നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഒരു മില്ലിയനർ അല്ലെങ്കിൽ ഒരു ബില്യനർ ആവാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നത്? പ്രശസ്ത എഴുത്തുകാരനും മോട്ടിവേഷണൽ സ്പീക്കറും ട്രെയിനറുമായ ടി ഹാർവ് എക്കർ എഴുതിയ ബുക്കാണ് ദ സീക്രട്സ് ഓഫ് മില്ലിയനർ മൈൻഡ്. ഈ ബുക്ക് കുറെ അധികം സാധാരണക്കാരായ ആൾക്കാർക്ക് കോടീശ്വരനാകാൻ പ്രചോദനമായിട്ടുണ്ട്. അപ്പൊ ഈ ബുക്കിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന് പണക്കാരനാകണം അല്ലെങ്കിൽ വിജയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം കുറെ സെമിനാറുകൾ അറ്റൻഡ് ചെയ്തു, കുറെ ബുക്ക് വായിച്ചു, കുറെ ജോലികൾ ചെയ്തു, കുറെ ബിസിനസ് ചെയ്തു. അതിലൊന്നും അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ കുറെ ബിസിനസ് ചെയ്തു, എന്നിട്ട് അവരൊക്കെ നല്ല നിലയിലെത്തി. അത് കണ്ട് അദ്ദേഹവും അതുപോലത്തെ ബിസിനസ് ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് എല്ലാറ്റിലും വൻ പരാജയമായിരുന്നു. അങ്ങനെ വളരെ വിഷമത്തോടെ തന്റെ വീട്ടിലിരിക്കുന്ന ഒരു ദിവസം അദ്ദേഹത്തിന്റെ അച്ഛന്റെ കൂട്ടുകാരൻ അവിടെ വന്നു. ഹാർവിന്റെ അച്ഛന്റെ കൂട്ടുകാരൻ ഒരു മില്യനർ ആയിരുന്നു. അച്ഛനും കൂട്ടുകാരനും ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛൻ കൂട്ടുകാരന്റെ അടുത്ത് ഹാർവിന്റെ ദയനീയാവസ്ഥ ഒക്കെ പറഞ്ഞു കാണും. അപ്പോൾ അച്ഛന്റെ കൂട്ടുകാരൻ ഹാർവിനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ഹാർവ്, നിനക്കറിയോ, എന്റെ ജീവിതത്തിന്റെ തുടക്കവും സമ്പൂർണ്ണ പരാജയമായിട്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഹാർവിനെ കുറച്ച് ആശ്വാസം തോന്നി. അദ്ദേഹം തുടർന്നു, നീ പ്രതീക്ഷ പോലെ നിനക്ക് പ്രവർത്തിക്കാനാകുന്നില്ലെങ്കിൽ നിനക്കറിയാത്ത മറ്റെന്തോ ഉണ്ട്. അന്നത്തെ ചോരത്തിളപ്പുള്ള ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഹാർവിന്റെ ധാരണ അദ്ദേഹത്തിന് എല്ലാം അറിയാമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ബാങ്ക് ബാലൻസ് കാണിക്കുന്നത് മറ്റെന്തോ ആയിരുന്നു. അച്ഛന്റെ കൂട്ടുകാരൻ വീണ്ടും പറഞ്ഞു, നിനക്കറിയോ, പാവപ്പെട്ടവരും ശരാശരി ആയിട്ടുള്ള ആൾക്കാരും പണക്കാരായിട്ടുള്ള ആൾക്കാരും വളരെ വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത്. പാവപ്പെട്ട ആൾക്കാർ ഒരു പ്രത്യേക രീതിയിലാണ് ചിന്തിക്കുന്നത്, എന്നാൽ പണക്കാരായിട്ടുള്ള ആൾക്കാർ വളരെ വ്യത്യസ്തമായ മറ്റൊരു വഴിയിലൂടെയാണ് ചിന്തിക്കുന്നത്. ഈ പണക്കാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? അതിനനുസരിച്ചുള്ള പ്രവൃത്തിയാണ് അവരെടുക്കുന്നത്. ആ പ്രവർത്തിക്കനുസരിച്ചുള്ള റിസൾട്ടാണ് അവർക്ക് കിട്ടുന്നത്. അച്ഛന്റെ കൂട്ടുകാരന്റെ ഈ വാക്കുകൾ ഹാർവിനെ വളരെയേറെ സ്വാധീനിക്കുകയും പിന്നെ 5-6 മാസം അദ്ദേഹം പണക്കാരായിട്ടുള്ള ആൾക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന പഠനത്തിലായിരുന്നു. അദ്ദേഹം വിജയത്തിന്റെയും പണത്തിന്റെയും മനഃശാസ്ത്രത്തെ കുറിച്ചാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ പഠിച്ച് അദ്ദേഹം തന്റെ ഒരു ബിസിനസ് തുടങ്ങി. അതൊരു ഹെൽത്ത് സ്റ്റോറിന്റെ ബിസിനസ് ആയിരുന്നു. അങ്ങനെ അദ്ദേഹം പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ പ്രാവർത്തികമാക്കി. അങ്ങനെ കൃത്യം 2.5 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ വിജയിക്കുകയും ശതകോടീശ്വരനായി മാറുകയും ചെയ്തു. അപ്പൊ ബുക്കിന്റെ പേരാണ് സീക്രട്സ് ഓഫ് മില്ലിയനർ മൈൻഡ്. ഓതറാണ് ഹാർവ് എക്കർ, ടി ഹാർവ് എക്കർ. അപ്പൊ അദ്ദേഹം ഇതിൽ പറയുന്നത്, ഗിവ് മീ യുവർ 5 minutes ആൻഡ് ഐ കൻ പ്രെഡിക്റ്റ് യുവർ ഫിനാൻഷ്യൽ ഫ്യൂച്ചർ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. യു വിൽ ബി റിച്ച് ഓർ നോട്ട്. അപ്പൊ അദ്ദേഹത്തിന് ആരടുത്തും 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, അവര് പാവപ്പെട്ടവരായിരിക്കുമോ അതോ പണക്കാരായിരിക്കുമോ എന്നുള്ളത്. അതെങ്ങനെ അറിയാൻ പറ്റുക? അപ്പൊ അത് നമ്മുടെ മണി ബ്ലൂ പ്രിന്റ് അനുസരിച്ചാണ്. നിങ്ങൾ മണി ബ്ലൂ പ്രിന്റ് കേട്ടിട്ടുണ്ടോ? മണി ബ്ലൂ പ്രിന്റ് പണത്തെ കേട്ടിട്ടുണ്ടോ? കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ പണത്തെ കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ ചിന്താഗതികള്. ഓക്കെ ഓക്കെ, അതെ അതെ. അപ്പൊ നമ്മുടെ പണത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇപ്പം ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അങ്ങനെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാവുമല്ലോ. അതാണ് നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ്. നിങ്ങൾക്ക് അത് എത്രയാ?
1,00,000 ആണോ 50,000 ആണോ 10,000 ആണോ എത്ര ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതാണ് നിങ്ങളുടെ മണി ബ്ലൂ പ്രിന്റ്. അപ്പൊ ചില ആൾക്കാർക്ക് അത് ലക്ഷങ്ങളായിരിക്കാം, ചില ആൾക്കാർക്ക് കോടികൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. ഇപ്പൊ വലിയ വലിയ ബിസിനസ്സുകാരെ നമുക്കറിയാം, അവര് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കോടിയോ അല്ലെങ്കിൽ കുറെ കോടികളൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമുക്ക് എന്താ അറിയാം, ഈ തെരുവില് വളരുന്ന കുട്ടികള് അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികള്, പാവപ്പെട്ട ആൾക്കാര്, അവർക്ക് ഒരു 1,000 രൂപയോ അല്ലെങ്കിൽ 2,000 രൂപ ഉണ്ടാക്കുക അല്ലെങ്കിൽ 5,000 രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾ നിങ്ങളെ പറ്റി എന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സ് എങ്ങനെയാണ്, നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയാണ്? ഇതൊക്കെ അനുസരിച്ചാണ് നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ്. നിങ്ങൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാറുണ്ടോ? ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാറുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ് വരിക. അപ്പൊ ഈ നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫ്യൂച്ചർ അറിയാൻ പറ്റും. പിന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, നമുക്ക് നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം, അതോ ഭയങ്കരമായിട്ടൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് സർ. യെസ്. അപ്പൊ നമ്മളെ ഒരു ആക്ടിവിറ്റി ചെയ്യാം. അപ്പൊ കൈ നിങ്ങൾ ഇങ്ങനെ പിടിക്കൂ, എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കൂ, 2 കൈ ഇങ്ങനെ കൂട്ടി പിടിക്കൂ. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ വരാത്തതുകൊണ്ട് നിങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ പിടിച്ചോ? കുറച്ച് ദൂരായിട്ട് പിടിക്കൂ എന്നാല്. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം, ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഇങ്ങനെ നമുക്ക് ഓരോ വിരലും അതിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ നോക്കുമ്പോ നിങ്ങളുടെ റൈറ്റ് തമ്പാണോ ലെഫ്റ്റ് തമ്പാണോ മുകളിൽ നോക്കണം. റൈറ്റ് തമ്പാണോ ലെഫ്റ്റ് തമ്പാണോ മുകളിലുള്ളത്? എല്ലാവരും ചെയ്യുന്നുണ്ടോ? ലെഫ്റ്റ് തമ്പാണോ? ഒരു പ്രാവശ്യം കൂടെ ചെയ്യൂ, കുറച്ചിങ്ങനെ ദൂരെ പിടിച്ചിട്ട് ഒരട്ടം കൂടെ ചെയ്യൂ. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കൂ. റൈറ്റ്. അത് ലെഫ്റ്റ് ഉള്ളത് ഇപ്പൊ റൈറ്റ് ആയോ? ശരിക്കും ശരിക്കും ഇങ്ങനെ നിങ്ങൾ ആദ്യം റൈറ്റ് ആയിരുന്നോ? അതെ. ഓക്കെ ഓക്കെ. ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ് ആദ്യം ലെഫ്റ്റ് ആയിരുന്നു, പിന്നീട് റൈറ്റ് ആയി. ഇല്ല ഇല്ല ഇല്ല, നമ്മള് ബോധപൂർവം ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേ വിരൽ തന്നെ ആയിരിക്കും മുകളിൽ വരിക അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ നമുക്കൊരു ശീലം ഉണ്ടാവുക. നിങ്ങളൊന്നും കൂടെ ചെയ്ത് നോക്കൂ. അത് ലെഫ്റ്റ് ആണ്, ഇപ്പോൾ ലെഫ്റ്റ് ആണ്, പക്ഷെ ബോധപൂർവം ചെയ്യുമ്പോൾ റൈറ്റിലേക്ക്. അതെ അതെ അതെ, ബോധപൂർവം ചെയ്യുമ്പോൾ മാത്രം മാറുള്ളൂ. അപ്പൊ ഇനി ഓപ്പോസിറ്റ് ഒന്ന് ചെയ്ത് നോക്കും, ഒന്ന് ബോധപൂർവം ചെയ്യൂ. ഇങ്ങനെ ചെയ്യുമ്പോ ഇപ്പൊ ലെഫ്റ്റ് ആണ് നിങ്ങൾക്ക് ആദ്യം വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് വരുന്ന രീതിയിൽ ചെയ്യൂ. ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് ചെറിയൊരു സ്ട്രഗിളിങ്. അതെ 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 അതെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം റൈറ്റ് ഒരു പ്രാവശ്യം ലെഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യൂ. ആദ്യം ഒന്ന് റൈറ്റ് ഒന്ന് ലെഫ്റ്റ് ആയിട്ട്. എനിക്ക് റൈറ്റ് ആണ് മുകളിൽ വന്നത്, ആദ്യം വന്നത്. പിന്നെ രണ്ടാമത് മറ്റേത് ചെയ്യുമ്പോൾ കുറച്ചൊരു
ബുദ്ധിമുട്ടല്ല, ആ, ഒരു ആ ഒരു ചെറിയ നമുക്കൊരു ഡിഫിക്കൽട്ടി വരുന്നുള്ളൂ. അതെ നമുക്കൊരു ശീലമില്ലാത്തതുകൊണ്ടൊരു യൂസ് അതൊരു ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ നമ്മളിങ്ങനെ മാഡം എങ്ങനെ കൈ ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടെ കൈ പറയാം. ആദ്യം വെറുതെ ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം നമ്മള് ഒന്നും ചിന്തിക്കാതെ വെറുതെ ഇങ്ങനെ പിടിക്കുക, വിരലിങ്ങനെ ഉള്ളൊരു ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കുക. ഓക്കെ അപ്പൊ ഏത് വിരലാണ്? ഈ തള്ളവിരൽ നോക്കണം. തള്ളവിരൽ ഏതാണ് മുകളിൽ വന്നത്? റൈറ്റിന്റെ ആണോ ലെഫ്റ്റിന്റെ ആണോ? വലത് വലതാണോ വന്നേ? റൈറ്റിന്റെ ആ, 1-2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യൂ. ഒക്കെ റൈറ്റ് തന്നെ മാഡം. ഓക്കെ. ഈ ബോധപൂർവം ലെഫ്റ്റ് മുകളിൽ വരുന്ന പോലെ, ഇടത് വിരല് മുകളിൽ വരുന്ന പോലെ ഒന്ന് ചെയ്യൂ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ചെയ്തോ? വരുന്നുണ്ടപ്പോ? യെസ്, പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി വലതും ഇടതും രണ്ടും മുകളിൽ വരുന്ന രീതിയിൽ ഒരു പ്രാവശ്യം ഇടത്, പിന്നെ രണ്ടാമത് വലത് വരുന്ന രീതിയിൽ ഒന്ന് ചെയ്യൂ. അങ്ങനെ മാറ്റി മാറ്റി ചെയ്യൂ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാറ്റി ചെയ്യുമ്പോ ഇടയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഇടയില് വിരലൊക്കെ മുകളിൽ കയറി പോകുന്നുണ്ട്. ഓക്കെ. പക്ഷെ കുഴപ്പമില്ല, നമ്മളതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ നമുക്ക് രണ്ടും ഒരുപോലെ തോന്നും. രണ്ടും ഒരുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മളുടെ മണി ബ്ലൂ പ്രിന്റും നമ്മൾ കുറെ കാലം അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മണി ബ്ലൂ പ്രിന്റ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറെ ചിന്തകള്, പഴയ കുറെ ബ്ലോക്കുകളൊക്കെ കിടപ്പുണ്ട്. അത് കുറെ ഫയൽസ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നമ്മളത് കുറെ കാലം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഈ 2ാമത്തെ അധ്യായത്തില് ഈ ബുക്കിൽ പറയുന്നത്. നമ്മൾ ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കാര് നമ്മള് കണ്ടിട്ടുണ്ടാവും. അപ്പൊ വലിയ എമൗണ്ടിനൊക്കെ ലോട്ടറി കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്താണ്, ആ ലോട്ടറി അടിച്ചിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാല് അവര് പണക്കാരായിട്ട് ഇരിക്കുമോ അതോ പഴയ സ്ഥിതിയിലോട്ട് പോവോ? ലോട്ടറി അടിക്കുന്ന ആൾക്കാരെന്താണ്, അവര് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്താണ് പഴയ പഴയ ആ ഒരു സ്ഥിതിയിലോട്ട് പോകാനുള്ളതാണ് സാധ്യത. അതെ. അപ്പൊ ഇതിനെന്താണ് കാരണം? അവരുടെ ആ മണി ബ്ലൂ പ്രിന്റ് അതിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തത്. അവർക്ക് അതിനുള്ള സ്കിൽസ് ഇല്ല. പക്ഷെ നമ്മള് കണ്ടിട്ടുണ്ട്, നമ്മള് ഈ എന്താണ് ഇവിടെ പറയുന്നതല്ല, പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ സുനാമി വന്നപ്പോ, അല്ലെങ്കിൽ എന്താണ് കൊറോണ വന്നപ്പോഴൊക്കെ കുറെ പ്രതിസന്ധികൾ ഉണ്ടായി, കുറെ ബിസിനസ്സിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. കുറെ ആൾക്കാരൊക്കെ എന്താണ് കുറെ കടങ്ങളൊക്കെ വന്നു. പക്ഷെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല മണി ബ്ലൂ പ്രിന്റ് അതിനനുസരിച്ചാണെങ്കിൽ എന്താണ്, അവർക്കത് പെട്ടെന്ന് തന്നെ പഴയ രീതിയിലോട്ട് മാറാൻ സാധിക്കും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് നമ്മൾ ആ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് കുറെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നു, കുറെ കടങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും കോടീശ്വരനാവാൻ സാധിച്ചു. അതിനെന്താ കാരണം? അദ്ദേഹത്തിന്റെ മണി ബ്ലൂ പ്രിന്റ് എന്താണ്, കോടീശ്വരന്റേതാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആവാനേ സാധിക്കുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ വെൽത്ത് തെർമോസ്റ്റാറ്റ്. അപ്പൊ നമ്മുടെ റൂമിലൊക്കെ നമ്മളുടെ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ വെൽത്ത്, നമ്മുടെ സാമ്പത്തിക വിജയത്തിന്റെ ലെവൽ സ്ഥിരമായി മാറ്റാൻ നമ്മൾ എന്താണ്, നമ്മുടെ വെൽത്ത് ബ്ലൂ പ്രിന്റ് റീസെറ്റ് ചെയ്യണം. അപ്പൊ നമ്മളെ സാലറി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനൊരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിലിങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ് ഒരു പ്രത്യേക എമൗണ്ട്, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ?
അത് നമുക്ക് കുറെ കണ്ട് മുന്നോട്ട് പോകാനും ഒരു ബുദ്ധിമുട്ടാണ്. കുറെ നമ്മള് കുറയാനും നമ്മൾ സമ്മതിക്കില്ല അല്ലെ? അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? സാലറിയുടെ ഉണ്ടാവും നമുക്ക് തീർച്ചയായിട്ടും. കാരണം നമ്മളെ ഈ എമൗണ്ടുമായിട്ട് നമ്മൾ മണി ബ്ലൂ പ്രിന്റ് അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതെ 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 അതെ. അപ്പൊ നമ്മളത് ആ ഒരു ലെവലിലോട്ട് തന്നെ നിലനിർത്താൻ ശ്രമിക്കും. പക്ഷെ എന്താണ്, നമുക്കൊരു മൾട്ടി മില്യണർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തെർമോസ്റ്റാറ്റ്, നമ്മുടെ ഇൻകം തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ വെൽത്ത് തെർമോസ്റ്റാറ്റ് റേസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഇതൊക്കെ എന്താണ്, നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തീർച്ചയായും പണക്കാരാവാൻ സാധിക്കും. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള ഫീലിങ്സ് ആണ് നമുക്ക് വരുന്നത്. ആ ഫീലിങ്സ് അനുസരിച്ചുള്ള ആക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ എങ്ങനത്തെ ആക്ഷൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ചിന്ത അനുസരിച്ചാണ് നമ്മുടെ ഫീലിങ്സ് വരുന്നത്. അപ്പൊ ഈ പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ അസുഖം വരിക, ഇതൊക്കെ റിസൾട്ട് ആണ്. അപ്പൊ അത് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡ് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്റേണൽ വേൾഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇന്റേണൽ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ വേൾഡ് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ തോട്ട്സ് ഒക്കെയാണ്, നമ്മുടെ ഇമോഷൻസ് ഒക്കെയാണ്. അപ്പൊ അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള പണം അല്ലെങ്കിൽ സമ്പത്ത് നമ്മളിലോട്ട് വരുന്നത്. അപ്പൊ ഈ സ്റ്റീവ് ഹാർബക്കർ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇടക്കിടക്ക് ബാക്ക് പെയിൻ വരുമായിരുന്നു. അപ്പൊ ഈ ബാക്ക് പെയിൻ വരുമ്പോ ഇദ്ദേഹം ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കാണും. അദ്ദേഹം എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറയും. പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ആ അസുഖം കുറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും അസുഖം വരും. അദ്ദേഹം വീണ്ടും കാണാൻ പോകും. അപ്പൊ ഇത് തന്നെ കുറച്ചു കാലം തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും ഇദ്ദേഹത്തിന് മനസ്സിലായത് ഈ സിംറ്റംസിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് അദ്ദേഹം എന്താണ്, ഇരിക്കുന്ന പൊസിഷൻ, പോസ്റ്റർ മാറ്റി തുടങ്ങി. പിന്നെ സ്ട്രെസ് എടുക്കൽ കുറച്ചു. അതുപോലെ മഗ്നീഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ ശീലങ്ങളിൽ കുറെ മാറ്റം വരുത്തിയപ്പോ ഇദ്ദേഹത്തിന് ഈ ബാക്ക് പെയിൻ നന്നായിട്ട് കുറഞ്ഞു. അപ്പൊ അതുപോലെ നമ്മളുടെ ശീലങ്ങള് അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് തോട്ട്സ്, ഇതിലൊക്കെ മാറ്റം വരുത്തുമ്പോഴും നമ്മുടെ ലൈഫിൽ ശരിക്കും മാറ്റം വരുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ടൈറ്റാനിക്കിന്റെ തന്നെ നമുക്കറിയാം അല്ലെ? ടൈറ്റാനിക്കിൽ എന്താണ് സംഭവിച്ചത്? ടൈറ്റാനിക് എന്താണ്, ടൈറ്റാനിക്കിന് അത്രയും വലിയ അപകടം സംഭവിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ അടിയിൽ അത്രയും വലിയൊരു ഇതുള്ളത് എന്താണ്, ഐസിന് എന്താ പറയുന്നത് അതില്? അതിന്റെ 3 ഇരട്ടിയിൽ കൂടുതൽ താഴേക്കാണ് ഉള്ളത്. അതെ 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 അതെ. അപ്പൊ അത് അവര് ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് വരുന്നത്. If you want to change the fruits, you will first have to change the roots. If you want to change the visible, you must first change the invisible. അപ്പൊ ഈ ബുക്ക് 2 അധ്യായം ഉള്ളത്. ഫസ്റ്റ് വെൽത്ത് ബ്ലൂ പ്രിന്റ് ആണ്. രണ്ടാമത് 17 വെൽത്ത് ഫയൽസ് ആണുള്ളത്. അപ്പൊ ഫസ്റ്റ് കുറെ സ്വാധീനങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ വെർബൽ പ്രോഗ്രാമിംഗ് ആണ്. രണ്ടാമത് മാതൃക. മൂന്നാമത് കൃത്യമായ സംഭവങ്ങൾ, സ്പെസിഫിക് ഇൻസിഡൻസ്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് വെർബൽ പ്രോഗ്രാമിങ്ങിനെ പറ്റിയാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതിലൊക്കെ മാറ്റം വരുത്തുമ്പോൾ മാത്രമാണ്. ഓൾറെഡി പറയൂ സർ. നമ്മൾ
നമ്മൾ ഓൾറെഡി കേട്ട് ഇതുണ്ടാവില്ലേ, ഇപ്പം പൈസ ഉള്ളവരൊക്കെ മോശമാണ്, പിന്നെ അങ്ങനെ കുറെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ കുറെ കേട്ട സംഭവങ്ങൾ ഉണ്ടാകും. അത് നമ്മളെ മൈൻഡിൽ തന്നെ ഉണ്ടാവും. അത് ആ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ആ ഒരു വേർഡിങ്. അതെ അതെ അതെ. യെസ് യെസ്, താങ്ക് യു സോ മച്ച് സർ. അപ്പൊ നമ്മള് പണത്തെ കുറിച്ച് അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് കുട്ടിക്കാലത്ത് എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത്? നിങ്ങൾ എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത്? നല്ല കാര്യങ്ങളാണോ ചില കേട്ടിട്ടുള്ളത്? സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല, അത്രക്കുള്ള പണമൊന്നും നമ്മുടെ അടുത്തില്ല എന്നൊക്കെ വീട്ടിൽ പറയും. അപ്പൊ നമ്മളത് ആ ഭാഗത്തേക്ക് പിന്നെ ചിന്തിക്കില്ല, അതെ അതെ അതെ. മനസ്സിൽ അത് പതിയാണ്. അത് നമുക്ക് യെസ് യെസ് യെസ്, താങ്ക് യു സോ മച്ച്. യെസ്. നമ്മളോട് പിന്നെ പൈസ വെക്കുന്നത്, നമ്മള് കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് പറയുന്നത് പൈസ വെക്കുമ്പോ മോനെ ജോലി നഷ്ടപ്പെട്ടാല് അല്ലെങ്കിൽ സൂക്കടൊക്കെ വന്നാൽ പൈസ വേണ്ടേ എന്നുള്ള കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ പൈസ ഒരു നെഗറ്റീവിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ പറയുന്നില്ല പൈസ ഒരു സമൃദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നില്ല. താങ്ക് യു സോ മച്ച് ബൈജു സർ. അതെ, നമ്മൾ കുട്ടിക്കാലത്ത് മുതൽ അങ്ങനെ കേട്ടിട്ടുള്ളത്. നമ്മൾ കുറെ കഷ്ടപ്പെടേണ്ട ആൾക്കാരാണ്. ഒരിക്കലും ഒരു നല്ല യാത്ര പോവാനോ അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട്സ് ആയിട്ട് എൻജോയ് ചെയ്യാനോ അങ്ങനത്തെ രീതിയിലൊന്നും നമ്മളെ ഒരിക്കലും എൻകറേജ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമ്മൾ വളർന്നതുകൊണ്ട് നമ്മളുടെ മൈൻഡ് സെറ്റും അതുപോലെയാണ്. പിന്നെന്താണ്, പണം മരത്തിൽ കായ്ക്കൂല, പിന്നെന്താണ് കുറെ കഷ്ടപ്പെട്ടാലേ പണം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എന്താണ്, ചോര നീരാക്കിയാലേ പൈസ ഉണ്ടാവും. അതെ 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 അതെ, ചോര നീരാക്കിയാലേ പൈസ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പേരൻസും റിലേറ്റീവ്സ് ഒക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ്, വേറെന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത്? ഇവിടെ പറയാറുണ്ട്, നമ്മുടെ ചെറിയച്ഛനൊക്കെ പറയാറുണ്ട്, ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല എന്നൊക്കെ പറയും. അതെ 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 അതെ, പൈസ തരാൻ എന്ന് പറയും. അതെ അതെ. പിന്നെ എല്ല് മുറിയെ പണിതാലേ പല്ല് മുറിയെ തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ അധ്വാനിച്ചാലേ കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നല്ലേ? അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴെന്താണ്, അതൊക്കെ മണി ബ്ലോക്ക് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. അപ്പൊ അതൊക്കെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ശരിക്കും റിച്ച് ആവാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ കുട്ടികളുടെ അടുത്താണെങ്കിലും എന്താണ്, നമ്മൾ കുറെ പൈസ ഉണ്ടാക്കിയാൽ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ്, കുട്ടികളുടെ അടുത്തൊക്കെ ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാറാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമുക്ക് അതിനെ പറ്റിയൊരു അവബോധം അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടാവുക വേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റം വരുത്തണം, നമുക്ക് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ അവയർനെസ് ആണ് നമുക്ക് വേണ്ടത്. രണ്ടാമത് ധാരണ. അപ്പൊ നമ്മൾ ചിന്തിക്കണം ശരിക്കും നമുക്ക് എവിടുന്നാണ് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുള്ളത്, ആരുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ഉള്ളത് എന്നുള്ളത്. പിന്നെ നമുക്ക് എന്താണ്, നമുക്കത് യൂസ്ഫുൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് മാറ്റാൻ തയ്യാറാവണം. അപ്പൊ നമ്മളത് ഡിസസോസിയേറ്റ് ചെയ്യണം. പിന്നെ നാലാമതായിട്ട് നമുക്ക് എന്താണ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാം. സ്ട്രോങ് ആയിട്ട് അഫർമേഷൻ, നമുക്കത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിൽ ഭയങ്കര ചേഞ്ച് വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ അഫർമേഷൻസ് പറയേണ്ടത്, പണത്തെ കുറിച്ച് ഞാൻ കേട്ടത് സത്യമായി കൊള്ളണമെന്നില്ല, എന്റെ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും പിന്തുണയ്ക്കുന്ന പുതിയ ചിന്താരീതികൾ അവലംബിക്കുകയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയണം. അപ്പൊ മാത്രമാണ് നമ്മളുടെ ആ ഒരു മണി ബ്ലോക്ക് പോവുള്ളൂ. നിങ്ങൾ റെഡിയാണോ അങ്ങനെ പറയാന്? ഹലോ. അപ്പൊ നമ്മള് ശരിക്കും മാറണമെങ്കിൽ, ഓക്കെ താങ്ക് യു സർ. അപ്പൊ ശരിക്കും മാറണമെങ്കിൽ നമ്മളുടെ ആ പഴയ മണി ബ്ലോക്ക് ഒഴിവാക്കി നമ്മുടെ പഴയ ചിന്തകൾ മാറ്റിയിട്ട് പുതിയത് തെരഞ്ഞെടുക്കാൻ റെഡി ആവണം. രണ്ടാമത് മോഡലിംഗ് ആണ്. മോഡലിംഗ് എന്ന് പറയുമ്പോൾ
നമ്മള് നമ്മുടെ കുട്ടിക്കാലത്ത് പാരന്റ്സ് ഒക്കെ പണത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കണ്ടത് എന്നുള്ളതാണ്. പാരന്റ്സ് ഇപ്പം സേവ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പണത്തെ കുറിച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നോ? നിങ്ങൾ വളരുമ്പോ പണത്തെ കുറിച്ച് എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നോ, അതോ സന്തോഷമായിരുന്നോ? വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? പാരന്റ്സിൽ ആരെങ്കിലും ഒരാൾക്ക് നന്നായിട്ട് സേവ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നോ? അവര് ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യുമായിരുന്നോ? വലിയ കുടുംബത്തിൽ ഓക്കെ കൂട്ടുകുടുംബായിരുന്നോ? മാഡം സാമ്പത്തികമായിട്ട് ഭയങ്കര സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. പക്ഷെ 10 റുപ്യക്ക് എത്രയോ മാസങ്ങൾ കുടുങ്ങി നിൽക്കുന്ന സമയവും അനുഭവിച്ച വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോൾ ചെറുപ്പം മുതലേ ഈ സാമ്പത്തിക അറിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഗതികേട് വന്നത്. പിന്നെ ഫിനാൻഷ്യലായുള്ള ബുക്കുകളൊക്കെ വായിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചെറുപ്പം മുതൽ അതെ നമ്മളിങ്ങനെ ബുക്ക് വായിക്കുക, അതുപോലെ നമ്മൾ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്തയിൽ ഭയങ്കര മാറ്റം വരും. അപ്പൊ രണ്ടാമത് മോഡലിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പേരൻസിൽ നിന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു കിടക്കും. അപ്പൊ അതൊക്കെ മാറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് നമുക്ക് നേടാൻ സാധിക്കുക. അപ്പൊ നമ്മൾ പറയേണ്ട അഫർമേഷൻ എന്താണ്? പണത്തിന് ചുറ്റും ഞാൻ മാതൃകയാക്കിയത് അവരുടെ വഴിയായിരുന്നു, ഞാൻ എന്റെ വഴി തിരഞ്ഞെടുക്കുന്നു. അപ്പൊ പണ്ട് ഞാൻ അവരെയാണ് മാതൃകയാക്കിയിരുന്നത്, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ ഞാനത് മാറ്റാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയണം. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് പറയണം. പിന്നെ മൂന്നാമത് സ്പെസിഫിക് ഇൻസിഡൻസ് ആണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ചില വീടുകളിലൊക്കെ ആണുങ്ങൾ മാത്രമായിരിക്കും ജോലിക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോഴെന്താണ്, നമുക്കൊരു ധാരണ വരും, ആണുങ്ങൾക്ക് മാത്രമാണ് പൈസ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്. ഇപ്പൊ ഇതില് ഓദർ പറയുന്നുണ്ട്, അവരുടെ വൈഫ് കുട്ടിയായിരുന്നപ്പോ അവരുടെ വീടിന്റെ അടുത്ത് കൂടെ ഈ ഐസ്ക്രീം കൊണ്ടിറക്കുന്ന ആള് പോവായിരുന്നു. അപ്പൊ ഇത് കാണുമ്പോ ഈ കുട്ടിക്ക് ഐസ്ക്രീം വേണം. അപ്പൊ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുമ്പോ അമ്മ പറയും അച്ഛന്റെ അടുത്ത് പോയി പൈസ ചോദിക്കുന്നുള്ളത്. അപ്പൊ എല്ലാ പ്രാവശ്യവും എന്തിനാണെങ്കിലും പൈസക്ക് പോകുമ്പോ അമ്മ ഇതന്നെ പറയാം. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ കുട്ടിക്ക് എന്താണ് മനസ്സിലാവുന്നത്? പൈസ അച്ഛന്റെ അടുത്ത് ഉണ്ടാവുക. അപ്പൊ ആ ഒരു ധാരണയില് ഇവര് വളർന്നപ്പോഴും ഇവര് പൈസ സേവ് ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ജോലിയെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. അവര് ഭയങ്കരമായിട്ട് എത്ര പൈസ കിട്ടിയാലും അത് ചെലവാക്കാന്നല്ലാണ്ട് അത് സേവ് ചെയ്യണം എന്നല്ലാതെ സമ്പാദിക്കണമെന്നോ സേവ് ചെയ്യണം എന്നുള്ളൊരു ചിന്ത അവർക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങളെ ലൈഫില് കുട്ടിയായിരുന്നപ്പോ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ളൊരു ഇൻസിഡന്റ് ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിലും അത് നമ്മളെ വളരെയേറെ സ്വാധീനിക്കും. എനിക്ക് ഒരു സംഭവം ഉള്ളത്, സൈക്കിള് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് പൈസ ഇല്ലാതെയാണ് വൈകിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ചെറുപ്പത്തില്. അപ്പൊ ഇതിങ്ങനെ പിന്നെ അത് പെട്ടെന്ന് ഒരു 2-3 അവസരങ്ങളിൽ അതുപോലെ ഉണ്ടായി. അപ്പൊ പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി, ഇത് പണത്തിന്റെ കുറിച്ചിട്ട് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോ അപ്പൊ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കായി നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നെ അതിനെ കുറിച്ച് നമ്മൾ ചോദിക്കുന്നുമില്ല, വാങ്ങിയിട്ടുമില്ലായിരുന്നു ചെറുപ്പത്തിൽ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ എന്താണ്, കുറെ കഴിയുമ്പോഴാണെങ്കിലും നമ്മള് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് അതിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കും. അപ്പൊ അതിൽ നമ്മൾ പറയേണ്ട അഫർമേഷൻ, കഴിഞ്ഞ കാലത്തെ നിർഗുണമായ സാമ്പത്തിക അനുഭവങ്ങളെ ഞാൻ സ്വതന്ത്രമാക്കി പുതിയതും സമ്പന്നവുമായ ഭാവിയെ സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ അഫർമേഷൻസ് പറയണം.
ഇങ്ങനെ കുറെ കാലം നമ്മൾ പറയുമ്പോൾ മാത്രമാണ് നമ്മളുടെ ആ മണി ബ്ലോക്ക് ഒഴിവാവുക. അപ്പൊ ഫസ്റ്റ് അധ്യായത്തിൽ ഈ മണി ബ്ലൂ പ്രിന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മണി ബ്ലൂ പ്രിന്റിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്, അതോ ഇതിനെ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല മാഡം. ആദ്യമായിട്ടാണോ? ഓക്കെ യെസ്. ഓക്കെ ഓക്കെ. അപ്പൊ മണി ബ്ലൂ പ്രിന്റ് മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു അല്ലേ ഇത് കേട്ടപ്പോ? വന്നോ? അതോ കുറെ കാലമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? ഇപ്പൊ വന്ന രാജേഷ് സർ? മാഡം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ 17 വെൽത്ത് ഫയൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാനത് എല്ലാ വെൽത്ത് ഫയൽസും പറയുന്നില്ല, ഇതിന്റെ അടുത്തൊരു ക്ലാസ്സും കൂടി ഉണ്ടാവും. അപ്പൊ അത് 5 വെൽത്ത് ഫയൽസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വെൽത്ത് ഫയൽസും പറയും. അപ്പൊ ആദ്യത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ ബിലീവ് ഐ ക്രിയേറ്റ് മൈ ലൈഫ്, പുവർ പീപ്പിൾ ബിലീവ് ലൈഫ് ഹാപ്പൻസ് ടു മീ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ്? അവരുടെ ലൈഫ് അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പൂർ ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് ലൈഫ് ഇതെന്താ, ഇതൊക്കെ വിധിയാണ്, അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണെന്നുള്ളതാണ്. ഇപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാര് എന്ന് പറയുമ്പോ ഇതില്, അല്ലെങ്കിൽ പൂർ ആയിട്ടുള്ള ആൾക്കാർ ഇതില് മോശമായിട്ടൊന്നും ഓതർ പറയുന്നില്ല. റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പൈസ നന്നായിട്ട് സേവ് ചെയ്യാൻ അറിയാം, അത് മാനേജ് ചെയ്യാൻ അറിയാം, അവർക്ക് വിജയത്തിന്റെ രഹസ്യം അറിയാം എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ റിച്ച് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കുറെ സൗഭാഗ്യങ്ങൾ വരും എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇതിലെന്താണ് ആദ്യമായിട്ട് പറയുന്നത്? എന്താ? റിച്ച് പീപ്പിൾ ബിലീവ് ഐ ക്രിയേറ്റ് മൈ ലൈഫ്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്? അവര് ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണ്. പൂർ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത്? അവര് ആ ഒരു റെസ്പോൺസിബിലിറ്റി നിന്ന് എപ്പോഴും മാറി നിൽക്കാൻ ശ്രമിക്കും. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരാണ് അവരുടെ ലൈഫിന്റെ ബോസ് എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പൊ പൂർ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താണ് സാഹചര്യങ്ങളെ അല്ലെങ്കിൽ വേറെ വ്യക്തികളെ അല്ലെങ്കിൽ പാരന്റ്സിനെ റിലേറ്റീവ്സിനെ എല്ലാവരെയും കുറ്റപ്പെടുത്തി നടക്കും. കുറ്റപ്പെടുത്തി നടക്കുന്ന ആൾക്കാർ എപ്പോഴും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അവരുടെ ലൈഫിൽ വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിന്റെ 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് നമ്മളെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് വരിക. രണ്ടാമത്തെ വെൽത്ത് ഫയല് റിച്ച് പീപ്പിൾ പ്ലേ ദ ഗെയിം ടു വിൻ, പൂർ പീപ്പിൾ പ്ലേ ദ മണി ഗെയിം ടു നോട്ട് ലോസ്. അപ്പൊ പറഞ്ഞാൽ എന്താണ്? റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. പൂർ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് അവർക്ക് തോൽവിയൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിലാണ് അവര് കാര്യങ്ങൾ ചെയ്യുന്നത്. ഉള്ളത് പോകണ്ട രീതിയിൽ അല്ലേ? അതെ അതെ കയ്യിലുള്ളത് പോകണ്ട എന്നുള്ള രീതിയിൽ അതെ അതെ സംരക്ഷിക്കും, ഡിഫെൻഡ് ചെയ്യും. അതെ അതെ, യെസ് യെസ്. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് അവര് ജയിക്കാൻ വേണ്ടിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. അവരാ നല്ല നന്മയുടെ വഴിയിലൂടെ പോയിട്ട് എങ്ങനെയും വിജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ പാവപ്പെട്ട ആൾക്കാരെന്താണ് അവർക്ക് അവരുടെ കംഫർട്ട് സോണിൽ നിന്നിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അവരിങ്ങനെ എന്താണ് റെന്റ് അടയ്ക്കുക, ആവശ്യത്തിനുള്ള കാര്യങ്ങള് അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. എന്താണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ മാത്രം മതി, അതേ തന്നെ കൊണ്ട് സാധിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്താണ് അത്ര പൈസ ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ. എനിക്കൊരു മില്യനർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ രീതിയിലോട്ട് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ രണ്ടാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ പ്ലേ ദ ഗെയിം ടു വിൻ, പൂർ പീപ്പിൾ പ്ലേ ദ മണി ഗെയിം ടു നോട്ട് ലോസ്.
മൂന്നാമത്തെ വെൽത്ത് ഫയൽ ആണ് റിച്ച് പീപ്പിൾ ആർ കമ്മിറ്റഡ് ടു ബീയിങ് റിച്ച്. പുവർ പീപ്പിൾ വാണ്ട് ടു ബി റിച്ച്. മൂന്നാമത്തെ വെൽത്ത് ഫയൽ പറയുന്നത് റിച്ച് പീപ്പിൾ ആർ കമ്മിറ്റഡ് ടു ബീയിങ് റിച്ച്. പുവർ പീപ്പിൾ വാണ്ട് ടു ബി റിച്ച്. അപ്പൊ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അവർ തയ്യാറല്ല. അവർ കുറെ എക്സ്ക്യൂസുകൾ പറയും. എന്തൊക്കെ എക്സ്ക്യൂസാ പറയാ? പുവർ ആയിട്ടുള്ള ആൾക്കാർ എന്താ പറയാ, പണം ഉണ്ടാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണ് കൂടുതൽ എന്താണ് അല്ല, ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ല, പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ അതെ 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 അതെ. പിന്നെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാല് എല്ലാരും നമ്മളൊരു പരാജയപ്പെട്ട വ്യക്തിയായിട്ട് കാണൂലേ? അങ്ങനെ ഒരു പേര് നമുക്ക് വരൂലേ? അങ്ങനൊക്കെ ഒരു ചിന്ത അവർക്ക് എപ്പോഴും എന്താണ്, ഒരു നെഗറ്റീവ് വെൽത്ത് ഫയലാണ് അവർക്കുള്ളത്. പിന്നെന്താണ്, എന്താണ് പണം ഉണ്ടാക്കല് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കാര്യമാണ്. കുറെ പൈസ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഉത്തരവാദിത്തം കൂടുതലായിട്ട് വരും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർ. പിന്നെ വേറെ എന്തൊക്കെയാണ് നെഗറ്റീവ് വെൽത്ത് ഫയൽസ്? നമ്മൾ ടാക്സ് അടക്കേണ്ടി വരും കുറെ പൈസ ഉണ്ടായാല്. പക്ഷെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. അവരെപ്പോഴും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അവർക്ക് ആ ഒരു ലക്ഷറി ലൈഫ് ആസ്വദിക്കണം, അതിനു വേണ്ടിയിട്ട് അവരെന്തും ചെയ്യാൻ തയ്യാറാണ്. അതാണ് വെൽത്ത് ഫയൽ 3. നാലാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ തിങ്ക് ബിഗ്, പുവർ പീപ്പിൾ തിങ്ക് സ്മോൾ. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, ഭയങ്കര വലുതായിട്ട് ചിന്തിക്കും. നിങ്ങൾ വലുതായിട്ട് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? യെസ് മാഡം. എന്തൊക്കെയാണ് നിങ്ങൾ രാജേഷ് സാറെ സ്വപ്നങ്ങള്? ഒരു മാസം ഒരു 10 ലക്ഷം രൂപ ഉണ്ടാക്കണം വരുമാനം. ഓക്കെ. എത്ര വർഷം കഴിഞ്ഞിട്ട്, ഏത് വർഷമാണ് നേടേണ്ടത്? വർഷം നമുക്കൊരു 5 ലക്ഷം ഒരു 2 വർഷം കൊണ്ട് തന്നെ ഉണ്ടാക്കണം ഒരു മാസ വരുമാനം. പക്ഷെ അത് നമുക്ക് പക്ഷെ ക്ലാരിറ്റി വേണം, ഏത് വർഷം വേണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിൽ നല്ല ക്ലാരിറ്റി വേണം. പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, നടക്കില്ലേ എന്നുള്ള ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാല് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നടക്കണല്ലോ, നടക്കണം എന്ന് നടക്കണം. യെസ് 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 യെസ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പണത്തിനപ്പുറത്തേക്കൊരു വേറെ ഗോൾസ്, പണം അത് പിന്നാലെ വരുന്നുള്ളതല്ലേ, പണത്തിനപ്പുറത്തേക്ക് വേറൊരു ഗോൾ അല്ലേ നല്ലത്? യെസ് യെസ് ബിസിനസ്. യെസ് യെസ്. നമുക്കൊരു പർപ്പസ് വേണം. നമ്മള് പണം ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അതിന്റെ ഒരു റിസൾട്ടാണ് പണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡ്രഗ്സ് ചെയ്താൽ മതി, അതല്ല ബിസിനസ് അല്ലേ, അത് റിസൾട്ടാണ് പണം. യെസ് 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 യെസ്. താങ്ക് യു സർ. സാറ് പറഞ്ഞ പോലെ നല്ലൊരു അഭിപ്രായമാണ്. അതെ അതെ അതെ. അല്ലെ, നമ്മളിപ്പോ പണം ഉണ്ടാക്കാതെ, എന്റെ അഭിപ്രായം കേട്ടോ, തെറ്റാവാം, നമുക്ക് അറിവൊന്നുമില്ല, പക്ഷെ എന്നാലും പറയാം. ഇപ്പൊ ഡ്രഗ്സ് ചെയ്താലും പൈസ ഉണ്ടാക്കാം, ഒന്നുകിൽ ജസ്റ്റ് പല ബിസിനസ് ചെയ്താലും പൈസ ഉണ്ടാക്കാൻ പല രീതിയും ചെയ്യാം. പക്ഷെ അതൊരു സമൂഹത്തിനും എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് റിസൾട്ട് ആകും, അതല്ലേ ഇതിന്റെ ബെറ്റർ? അതെ അതെ അതെ, അത് തന്നെയാണ് എന്റെ ശരിയായ രീതി. യെസ്, താങ്ക് യു സർ. അപ്പൊ നമ്മളെന്താണ്, നമ്മൾ സമൂഹത്തിന് വാല്യൂ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ എത്ര ആൾക്കാരെ നമ്മൾ സെർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. നിങ്ങൾ എത്ര ആൾക്കാരെ സെർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് നിങ്ങൾ ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നു, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പണം വരുന്നത്. നിങ്ങൾ 1000 ആൾക്കാരെ സെർവ് ചെയ്യാനാണോ അതോ 1,00,000 ആൾക്കാരെ സെർവ് ചെയ്യാനാണോ താല്പര്യപ്പെടുന്നത്? അപ്പൊ നമുക്ക് കുറെ പൈസ നമ്മളിലോട്ട് വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രോഡക്റ്റോ സർവീസോ നമുക്ക് വേണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വലുതായി ചിന്തിക്കണം. നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു വേൾഡ് ടൂർ ഒക്കെ
സ്വപ്നം കാണാറുണ്ടോ? ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എവിടെയെങ്കിലും ദൂരെ പോവുക, അതുപോലെ എന്താണ് ലക്ഷറി ആയിട്ട് ഒരു കാർ വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ ലക്ഷറി നമ്മളൊക്കെ ഒരു ബെൻസോ BMW. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, നമ്മുടെ ഗോൾസിനൊക്കെ സത്യം ക്ലാരിറ്റി പറയാലോ, ഉണ്ടാവും. ഞാൻ പറയൂ സർ. ഞാൻ എപ്പോഴും ഇലകളും പൂക്കളും കായ്കനികളുള്ളൊരു ലോകമാണ് സ്വപ്നം കാണുന്നത്. ഞാൻ ഒരു പണത്തിന് സ്വപ്നം കാണാറില്ല മാഡം. അപ്പൊ അതുകൊണ്ട് മനസ്സിന് നല്ല സമാധാനമുണ്ട്, പക്ഷെ കയ്യില് പൈസ ഇല്ലാന്ന് അധികം ഇല്ല. അതെ അതെ. അപ്പൊ ഉണ്ടായാൽ സാർ പറഞ്ഞ മാത്രമേ പോലെ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള ധാരണ ഒന്നും ഇല്ലല്ലോ. എന്താ പണം ഉണ്ടായാൽ മാത്രമാണോ സന്തോഷം? അതാണ് പണം ഉദ്ദേശിച്ചത്. ഉണ്ടായാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള ധാരണ തെറ്റാണ്. അല്ല, അങ്ങനെ വേണമെന്നില്ല. പണം ഉണ്ടായേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നില്ല. പക്ഷെ പണം വലുതായി അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ചിന്തിക്കാനേ പണം വേണമെന്നൊന്നുമില്ല. ഇല്ല, അങ്ങനെ ഇല്ല. Poor people thinks അല്ല പറയുന്നത്. അല്ല, ഇപ്പം അത് ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ്. ഇപ്പൊ പണം ഉണ്ടാക്കുന്ന ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവാം. അവരുടെയും ചിന്തകളൊക്കെ വലുത് തന്നെയാണ്. അല്ല, അപ്പൊ ഗാന്ധിജിക്ക് ഇപ്പൊ കുറെ പണം ഉണ്ടായതുകൊണ്ടല്ലോ അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നല്ലോ. അപ്പൊ ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്നതിലൂടെയല്ലേ കാര്യമുള്ളൂ. അല്ലാതെ ബെൻസും മറ്റേ സ്വന്തം ലക്ഷറി ലൈഫ് അല്ലല്ലോ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്വന്തം ലക്ഷറി, അതെ അതെ. അപ്പൊ അതിനൊരു പ്രാധാന്യമുണ്ട്. അത് ഓരോ ആൾക്കാരുടെ സ്വപ്നല്ലേ. ഇപ്പൊ നമ്മളുടെ വലിയൊരു സ്വപ്നം നേടുക എന്ന് പറഞ്ഞാല് അത് നമുക്ക് വലിയൊരു സന്തോഷം തരുന്ന കാര്യല്ലേ. ഓരോ ആൾക്കാരനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കാം. ഇതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ പണം ഉണ്ടാക്കിയാൽ നമുക്ക് കുറെ ആൾക്കാരെ സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് കുറെ ആൾക്കാരെ സഹായിക്കാൻ സാധിക്കും അല്ലെ. പണം ഉണ്ടാക്കാൻ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് കുറെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം. കുറെ രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ സഹായിക്കാം. ഒത്തിരി നന്മ ചെയ്യാൻ പറ്റും നമുക്ക് പണം ഉണ്ടെങ്കിൽ. അപ്പൊ വേറെ ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ ആർഭാടത്തിനോ വേണ്ടി മാത്രമല്ല പണം നമുക്ക് ആവശ്യം വരിക. പിന്നെ ലക്ഷറി വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ വലിയ കാറ് വാങ്ങിക്കുക, ഇതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ സ്വപ്നമല്ലേ. ഓക്കെ. അപ്പൊ റിച്ച് പീപ്പിൾ തിങ്ക് ബിഗ്, പുവർ പീപ്പിൾ തിങ്ക് സ്മോൾ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടന്ന് നമ്മള് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് എത്താൻ സാധിക്കില്ല. അതിന് നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം. 5ാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ ഫോക്കസ് ഓൺ ഓപ്പർച്യൂണിറ്റീസ്, പുവർ പീപ്പിൾ ഫോക്കസ് ഓൺ ഓബ്സ്റ്റക്കിൾസ്. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താണ്, അവസരങ്ങളെ പറ്റിയാണ് ചിന്തിക്കുക. അവർ എവിടെ ഒരു അവസരം വന്നു കഴിഞ്ഞാലും അത് ഉപയോഗപ്പെടുത്തും. പുവർ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താ, തടസ്സങ്ങളെ കുറിച്ചാണ് അവർക്ക് ചിന്ത. എന്താണ്, റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താണ്, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയിട്ട് അതിന്റെ എന്താണ് നമുക്ക് റിവാർഡ്സ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിനെ പറ്റിയാണ് ചിന്തിക്കുക. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ എന്താണ്, പാവപ്പെട്ട ആൾക്കാരെ മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാർ എപ്പോഴും എന്താണ്, റിസ്കിനെ പറ്റിയ ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുറെ തടസ്സങ്ങൾ ഉണ്ടല്ലോ, അതിന് കുറെ റിസ്ക് ഉണ്ട് എന്നാണ് അവരുടെ ഒരു ചിന്ത എപ്പോഴും വരിക. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ്, അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരെന്താണ്, കുറെ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കും, പക്ഷെ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാല് അവര് അത് വിട്ടിട്ട് വേറെ ഒന്ന് തുടങ്ങും. ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരിക്കലും എന്താണ്, ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ റിച്ച് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാര്
അവർക്ക് അവരുടെ ലൈഫിൽ എന്തൊക്കെ അവസരങ്ങളാണ് വരിക അതൊക്കെ അവർ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ അവർ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അവർ കംപ്ലീറ്റ് ചെയ്യും. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അത് അവർ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് 5 വെൽത്ത് ഫയൽസ് ഉള്ളത്. അപ്പൊ ഇനി കുറച്ച് വെൽത്ത് ഫയൽസും കൂടെ ഉണ്ട്. അത് അടുത്തൊരു സെഷന്, നാളെ മറ്റന്നാള് ഒരു സെഷനും കൂടെ ഉണ്ടാവും. അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളുടെ പഴയ കുട്ടിക്കാലത്ത് മുതൽ നമ്മൾ മനസ്സിലുള്ള കുറെ ചിന്തകള് അല്ലെങ്കിൽ കുറെ ബ്ലോക്കുകൾ നമ്മൾ മാറ്റിയാൽ മാത്രമാണ്, മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനത്തെ പുതിയ വെൽത്ത് ഫയൽസ് നമ്മള് എന്താണ് അതില് നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്തെങ്കിലുമൊക്കെ ഈ ബുക്സിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ള ഫീഡ്ബാക്ക് പറയാം. പോസിറ്റീവായിട്ടുണ്ട് ക്ലാസ്. ഓക്കെ ഓക്കെ പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞവരും നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ യെസ്, താങ്ക് യു സർ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്? എന്തൊക്കെയാണ് നിങ്ങൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നത്? ഞാനൊരു നാച്ചുറോപ്പതിയുടെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? മാഡം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് സർ. യെസ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഇന്നത്തെ ഒരു ഈ ബുക്ക് റിവ്യൂവിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് പുതുതായിട്ട് മനസ്സിലായത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീഷൻ സർ ഉണ്ടല്ലോ. ശ്രീഷൻ സർ തിരക്കിലാണോ? ശ്രീഷൻ സർ റബീന മാം കുറച്ച് എന്തായാലും ഇന്നത്തെ സെഷൻ നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് അവതരിപ്പിച്ചു. കാരണം ബുക്ക് റിവ്യൂവില് നമുക്ക് ഇത്രയും വലിയ ബുക്കൊക്കെ 1 മണിക്കൂറിനകത്തൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ടഫാണ്. അപ്പോൾ ശരിക്കും അത് നല്ലൊരു പ്രസന്റേഷൻ ആയിട്ട് കഥ പോലെ അവതരിപ്പിച്ചു. ക്ലാസ്സും കൂടെ ആവുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവ് കിട്ടും. ഓക്കെ, താങ്ക് യു. പിന്നെ മാഡം തിങ്ക് ആൻഡ് ഗ്രോ റിച്ചിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് ഉണ്ടാക്കണം. ഇന്ത്യൻ ഗ്രോ റിച്ച് സാർ വായിച്ചോ? അതെ അതെ, നമുക്ക് ആ ബുക്ക് റിവ്യൂ ചെയ്യാം. കുറച്ചും കൂടെ കഴിയുമ്പോൾ അതിന്റെ ബുക്ക് റിവ്യൂ ഉണ്ടാവും. ദിലീപ് സർ പറയൂ. സർ ദിലീപ് സർ. ദിലീപ് സർ കേൾക്കുന്നുണ്ടോ? അറിയാതെ ഹാൻഡ് റൈസ് ആയതാണോ? മാഡം പിന്നെ മില്യനർ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ഓക്കെ 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 ഷുവർ. പക്ഷെ ഇതില് പലരും പല ഗ്രൂപ്പ് ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും അറിയില്ല. എല്ലാവരും നമ്പർ ഗ്രൂപ്പ് നിങ്ങളെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബിൽ എല്ലാവരും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സുനീൽ സാർ അതിന്റെ ലിങ്ക് ഒന്ന് ഇടുവോ ഗ്രൂപ്പില്? ലിങ്ക് ഞാനിപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ.
അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്തുള്ള ഒരു റബീന മാഡത്തിന് പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി. എന്റെ നമ്പർ ഞാൻ ഇതിൽ പറ്റുന്നില്ല. ആഡ് ഇടാം. ചെയ്യണം. നമ്പർ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ഓക്കെ ഓക്കെ. എനിക്ക് കയറാൻ പറ്റുന്നില്ല അല്ലേ? അതെന്താ? കോപ്പി ലിങ്ക് കയറാൻ പറ്റുന്നുണ്ടല്ലോ. ഓപ്പൺ കൊടുത്താൽ മതി. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ. ഇട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ലിങ്ക് ഉപയോഗിച്ചാൽ മതി. കേറിയില്ല സാറേ. അത് പിന്നെ അപ്പൊ എന്തെങ്കിലും ബുക്ക് റിവ്യൂ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയിക്കും. കേറാൻ പറ്റുന്നില്ല. ഫെയിൽ ടു ഗെറ്റ് ഇൻഫോ എന്നാ കാണിക്കുന്നത്. അത് ഈ സൂമിലൂടെ കയറാൻ പറ്റുമോ? അല്ല, സൂമില് മെസ്സേജ് അയച്ചതിനകത്ത് നോക്കൂ. അതില് ആ ലിങ്കിന്റെ അവിടെ ഇപ്പൊ ഞാൻ ഒന്നുകൂടെ അയക്കാം. ആ ലിങ്കില് ആ ചാറ്റ് വാട്സപ്പിന്റെ അതിനകത്തെ ജസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ റബീന മാഡത്തിന്റെ നമ്പറിൽ മെസ്സേജ് അയച്ചാലും മതി. അതിൽ നമ്പർ ഉണ്ടല്ലോ. മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പൊ രണ്ടുപേര് എല്ലാരും ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ളവർക്ക് പറ്റുന്നുണ്ട്. ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ടല്ലോ ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രതീഷ് സാറിന് എന്തോ പറയാനുണ്ടോ? ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? പറയൂ സർ. സോറി, ഞാൻ എത്താൻ 9:45 കഴിഞ്ഞു. വീടിന്റെ അടുത്തൊരു പൂരമുള്ള കാരണം കൊണ്ടേ ഞാൻ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ചോദിക്കാം. ഞാൻ ഇതിലൊരു കമന്റ് കണ്ടപ്പോ ഇന്റേണൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ വെഡ്സിൽ വ്യത്യാസം വരുന്നോ അങ്ങനെ എന്തോ പെട്ടെന്ന് കണ്ടിരുന്നു. അതിന് 1 മിനിറ്റിന്റെ ഉള്ളിൽ മാത്രം എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മളുടെ ഇന്റേണൽ ഇതിൽ മാറ്റം വരുത്തുന്നത് നമ്മളെ തോട്ട്സില് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഇതൊക്കെ നമ്മളെ ഇന്റേണൽ വേൾഡ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റുമ്പോൾ തന്നെ നമ്മളെ എക്സ്റ്റേണൽ വേൾഡിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ പണം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ റിസൾട്ട് വരുന്നത്, അതാണ് നമ്മൾ എക്സ്റ്റേണൽ വേൾഡ് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പൊ നമ്മളെ ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വരുന്ന പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായി. ആ ചിന്തിക്കുന്ന ഒരു രീതിയിൽ ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ? പറയൂ സർ. ഇപ്പോ പല ആളുകളും ഇപ്പൊ പുറമെ നമ്മളെ കാണുമ്പോൾ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും, പോസിറ്റീവായിട്ടല്ല, പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ചിരിച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും ചില ആളുകൾ, എല്ലാവരും പറയുന്നില്ല, ഉള്ളുകൊണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിക്കാരായിരിക്കും. നമ്മളെ കുറ്റപ്പെടുത്തുക എന്നല്ല, അവരുടെ വിഷമങ്ങൾ അവരുടെ ചിരിച്ചുകൊണ്ട് നടന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും, സൈലന്റ് ആയി കഴിഞ്ഞിട്ട്. നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ച ആ ഒരു സെക്കൻഡിൽ മാത്രം സംസാരിക്കുന്നത് മാത്രം. എന്നാൽ അത്തരത്തിലുള്ള വ്യക്തികള് ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവൂല. അത് ഈ ഇന്റേണൽ വേർഡ്സ് ശരിയില്ലാത്തത് കൊണ്ടല്ലേ? അതെ 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 അതെ. അതിപ്പോ ചെറിയൊരു വിജയം ഒക്കെ ഉണ്ടാവുമെന്നല്ലാണ്ട് കുറെ കാലം അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ വലിയ വിജയം നേടാനോ സാധിക്കില്ല. അപ്പൊ നമ്മുടെ ഒരു ഇന്റേണൽ വേൾഡ്, നമ്മുടെ ആ ഒരു ചിന്തകള് നമ്മൾ ശരിക്കും മാറ്റിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ചേഞ്ച് വരിക. നമ്മുടെ ചിന്തകൾ, അതിനനുസരിച്ചുള്ള ഒരു ഫീലിങ്സ്, അതുപോലെ മനഃപൂർവ്വം മാറ്റണം അല്ലേ? അതെ അതെ അതെ, ബോധപൂർവ്വം നമ്മൾ മാറ്റണം. യെസ്. അപ്പോഴാണ് നമുക്ക് റിസൾട്ട് വരുള്ളൂ. നമ്മൾ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മളത് ഒഴിവാക്കണം. അതിന് നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കാനുള്ള കുറെ വഴികളുണ്ട്. അപ്പൊ നമ്മൾ നല്ല ബുക്സ് വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നല്ല കോട്സ് വായിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക. നമ്മളെ ഫ്രണ്ട്സ് ആരൊക്കെയോ നമ്മൾ നോക്കണം. നമ്മൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, നമ്മളെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ തന്നെ നമ്മളത് ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണം. അത് മാത്രമാണ് ചെയ്യലുണ്ടായിരുന്നത്. അതിനപ്പുറത്ത് പോസിറ്റീവ് കൊണ്ടുവരലുണ്ടായിരുന്നില്ല. തൽക്കാലം വരുമ്പോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ വെച്ചിട്ട് അതെ അതെ അതെ.
പിന്നെ വേറെ എന്തെങ്കിലും ചിന്ത വരുമ്പോൾ അതിലൂടെ അങ്ങനെ അങ്ങോട്ട് പോകും. അതിന് പകരം നെഗറ്റീവിന് പകരം അവിടെ പോസിറ്റീവ് കൊണ്ടുപോയി വെക്കുന്ന, മനഃപൂർവ്വം വെക്കുന്ന ഒരു പരിപാടി സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുതൽ ചെയ്യണം എന്ന് തോന്നുന്നു. മനസ്സിലായി. അങ്ങനെ അത് നമ്മൾ ബോധപൂർവം ചെയ്താൽ മാത്രമേ നമുക്ക് ആ റിസൾട്ട് വരുള്ളൂ. ഓക്കെ 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 താങ്ക് യു താങ്ക് യു. താങ്ക് യു സർ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ബുക്ക് വാങ്ങിച്ചിട്ട് വായിക്കണം. അത് ശരിക്കും ഡീപ്പായിട്ട് വായിച്ചിട്ട് നമ്മൾ അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നല്ല മാറ്റം വരും. ഏത് പുസ്തകം? സീക്രട്സ് ഓഫ് മില്ലിയനിയർ മൈൻഡ്. മാഡം ടി ഹാർവെക്കർ. ബുക്ക് വായിക്കുമ്പോൾ ഗ്രൂപ്പിൽ വിടുണ്ടോ? ഗ്രൂപ്പിലാണ് കേട്ടോ. ടി ഹാർവെക്കർ ഞാൻ ഷെയർ ചെയ്യാൻ. മാഡം, ഈ ഗ്രൂപ്പ് ഇപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്തവര് ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടോ ആരെങ്കിലും? ആ ഗ്രൂപ്പിലില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. രാജേഷ് സാർ രാജേഷ് സാറ് ഗ്രൂപ്പിലില്ല. സാറൊന്നും ഇല്ല ഗ്രൂപ്പില്. ഞാൻ ജോയിൻ ചെയ്യാം. ഇതാണ് ബുക്ക് സീക്രട്സ് ഓഫ് മില്ലിയനിയർ പ്രസാദ്, മൈൻഡ്. മനോജ് സർ, മായ, ചന്ദ്രിക മാം. അതെ അതെ കുറെ പേരുണ്ട്. അപ്പൊ ഇതാണ് ബുക്ക് സീക്രട്സ് ഓഫ് മില്ലിയനിയർ മൈൻഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ട് വായിക്കണം. ഇത് നമ്മള് ശരിക്കും ഇരുന്ന് വായിക്കുമ്പോൾ നമ്മളുടെ ചിന്തയിൽ ഭയങ്കര മാറ്റം വരും. അപ്പൊ നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ് മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ശരിക്കും സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങള് അടുത്തൊരു സെഷനും കൂടെ ഉണ്ടാവും. ഇത് ഫുള്ളായിട്ടില്ല. അപ്പൊ അത് ഗ്രൂപ്പിൽ അറിയിക്കും. അടുത്ത സെഷനും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഇടക്കിടക്ക് എല്ലാ മാസവും ബുക്ക് റിവ്യൂ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. Okay, thank you so much. Okay, thank you all of you. താങ്ക് യു മാഡം. Okay, thank you. Okay, good night. താങ്ക് യു മാഡം. Good night. താങ്ക് യു. Okay, thank you. അപ്പൊ നമ്മൾ ചിന്ത മാറ്റിയിട്ട് അതുപോലെ പണക്കാരായിട്ടുള്ള ആൾക്കാര് പ്രവർത്തിക്കുന്ന പോലെ പ്രവർത്തിച്ചാൽ നമുക്കും അവരെ പോലെ പണക്കാർ ആവാൻ സാധിക്കും എന്നാണ് അച്ഛന്റെ കൂട്ടുകാരൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇദ്ദേഹം ഏതായാലും ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താണ് കുറെ കടക്കായിട്ട് ഇരിക്കുകയാണ്. അവർക്കൊന്നും രക്ഷപ്പെടാനേ സാധിക്കുന്നില്ല. എന്നാൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒന്ന് ചെയ്തു നോക്കാം എന്ന് ഇദ്ദേഹം വിചാരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഒരു 5-6 മാസം ഹാർവെക്കർ ഈ അച്ഛന്റെ കൂട്ടുകാരൻ പറഞ്ഞ പോലെ പണക്കാർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് അത് പഠിക്കാൻ തുടങ്ങി. അവര് ചിന്തിക്കുന്നത് മാത്രല്ല, അവരെങ്ങനെ വിജയിക്കുന്നത്, അവര് എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഇതൊക്കെ ശരിക്കും റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, അതൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു ഫിറ്റ്നസ് സെന്റർ ആണ് അദ്ദേഹം ആദ്യമായിട്ട് തുടങ്ങിയത്. പക്ഷെ ഇതില് ഇദ്ദേഹം എന്താണ് അവർ ചിന്തിക്കുന്ന രീതിയിലാണ് അത് പ്രവർത്തിച്ചത്. അതുപോലെ ബിസിനസ് ഒക്കെ ശരിക്കും പണക്കാരെന്തൊക്കെയാ ചെയ്യാ, അങ്ങനെ ഒരു ഇമാജിനേഷനോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ ഒന്നുമില്ലാതിരുന്ന ഹാർവെക്കറിന് വെറും 2.5 വർഷം കൊണ്ട് മൾട്ടി മില്യനിയർ ആവാൻ സാധിച്ചു. അപ്പൊ ആ ഒരു അതില് എങ്ങനെയാണ് അദ്ദേഹം മൾട്ടി മില്യനിയർ ആയത്, അതാണ് ഈ ബുക്കിലൂടെ അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള രീതികള്, അയാള് എന്തൊക്കെ ചിന്തിച്ചു എന്നുള്ളതൊക്കെയാണ് ഈ ബുക്കിൽ 2 അധ്യായങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ അല്ലേ? കാണുന്നുണ്ട്. അപ്പൊ ബുക്കിന്റെ പേരാണ് സീക്രട്സ് ഓഫ് മില്ലിയനിയർ മൈൻഡ്. ഓതറാണ്
Harv Eker. T. Harv Eker. അപ്പൊ അദ്ദേഹം ഇതിൽ പറയുന്നത് give me your 5 minutes and I can predict your financial future for the rest of your life. You will be rich or not. അപ്പൊ അദ്ദേഹത്തിന് ആരടുത്തും 5 മിനിറ്റ് സംസാരിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും, അവര് പാവപ്പെട്ടവരായിരിക്കുമോ അതോ പണക്കാരായിരിക്കുമോ എന്നുള്ളത്. അതെങ്ങനെ അറിയാൻ പറ്റുക? അപ്പൊ അത് നമ്മുടെ മണി ബ്ലൂ പ്രിന്റ് അനുസരിച്ചാണ്. നിങ്ങൾ മണി ബ്ലൂ പ്രിന്റ് കേട്ടിട്ടുണ്ടോ? മണി ബ്ലൂ പ്രിന്റ് കേട്ടിട്ടുണ്ടോ? പണത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ പണത്തെക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ ചിന്താഗതികള്. ഓക്കെ ഓക്കെ, അതെ അതെ. അപ്പൊ നമ്മുടെ പണത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? ഇപ്പം ഒരു മാസം നിങ്ങൾക്ക് എത്ര രൂപയാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്, അങ്ങനെ നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാവുമല്ലോ. അതാണ് നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ്. നിങ്ങൾക്ക് അത് എത്രയാ? 1,00,000 ആണോ, 50,000 ആണോ, 10,000 ആണോ? എത്ര ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അതാണ് നിങ്ങളുടെ മണി ബ്ലൂ പ്രിന്റ്. അപ്പൊ ചില ആൾക്കാർക്ക് അത് ലക്ഷങ്ങളായിരിക്കാം, ചില ആൾക്കാർക്ക് കോടികൾ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. ഇപ്പൊ വലിയ വലിയ ബിസിനസ്സുകാരെ നമുക്കറിയാം, അവര് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കോടിയോ അല്ലെങ്കിൽ കുറെ കോടികളൊക്കെ ഉണ്ടാക്കും. പക്ഷെ നമുക്ക് എന്താ അറിയാം, ഈ തെരുവില് വളരുന്ന കുട്ടികള് അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികള്, പാവപ്പെട്ട ആൾക്കാര്, അവർക്ക് ഒരു 1000 രൂപയോ അല്ലെങ്കിൽ 2000 രൂപ ഉണ്ടാക്കുക അല്ലെങ്കിൽ 5000 രൂപ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾ നിങ്ങളെ പറ്റി എന്താണ് വിചാരിക്കുന്നത്? നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഹാബിറ്റ്സ് എങ്ങനെയാണ്, നിങ്ങളുടെ ബിഹേവിയർ എങ്ങനെയാണ്? ഇതൊക്കെ അനുസരിച്ചാണ് നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ്. നിങ്ങൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാറുണ്ടോ? ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കാറുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനൊക്കെ അനുസരിച്ചാണ് നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ് വരിക. അപ്പൊ ഈ നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ് നമുക്ക് അറിഞ്ഞാൽ നമുക്ക് നമ്മളെ ഫ്യൂച്ചർ അറിയാൻ പറ്റും. പിന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, നമുക്ക് നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നാണോ നിങ്ങളുടെ ആഗ്രഹം, അതോ ഭയങ്കരമായിട്ടൊരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ് സർ. യെസ്. അപ്പൊ നമ്മളെ ഒരു ആക്ടിവിറ്റി ചെയ്യാം. അപ്പൊ കൈ നിങ്ങൾ ഇങ്ങനെ പിടിക്കൂ, എല്ലാവരും കൈ ഇങ്ങനെ പിടിക്കൂ, 2 കൈ ഇങ്ങനെ കൂട്ടി പിടിക്കൂ. പക്ഷെ നിങ്ങൾ വീഡിയോയിൽ വരാത്തതുകൊണ്ട് നിങ്ങളൊന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. ഇങ്ങനെ പിടിച്ചോ? കുറച്ച് ദൂരായിട്ട് പിടിക്കൂ. എന്നാല് എന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കണം, ഇങ്ങനെ ചേർത്ത് പിടിക്കണം. ഇങ്ങനെ നമുക്ക് ഓരോ വിരലും അതിന്റെ ഇടയിലായിട്ട് ഇങ്ങനെ പിടിക്കണം. ഇത് നോക്കുമ്പോ നിങ്ങളുടെ റൈറ്റ് തമ്പാണോ ലെഫ്റ്റ് തമ്പാണോ മുകളിൽ നോക്കണം. റൈറ്റ് തമ്പാണോ ലെഫ്റ്റ് തമ്പാണോ മുകളിലുള്ളത്? എല്ലാവരും ചെയ്യുന്നുണ്ടോ? ലെഫ്റ്റ് തമ്പാണ്. ലെഫ്റ്റ് തമ്പാണോ? ഒരു പ്രാവശ്യം കൂടെ ചെയ്യൂ, കുറച്ചിങ്ങനെ ദൂരെ പിടിച്ചിട്ട് ഒരട്ടം കൂടെ ചെയ്യൂ. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ നോക്കൂ. റൈറ്റ്. അത് ലെഫ്റ്റ് ഉള്ളത് ഇപ്പൊ റൈറ്റ് ആയോ? ശരിക്കും ശരിക്കും ഇങ്ങനെ നിങ്ങൾ ആദ്യം റൈറ്റ് ആയിരുന്നോ? അതെ. ഓക്കെ ഓക്കെ. ലെഫ്റ്റ് ആണോ? ലെഫ്റ്റ് ആദ്യം ലെഫ്റ്റ് ആയിരുന്നു, പിന്നീട് റൈറ്റ് ആയി. ഇല്ല ഇല്ല ഇല്ല,
നമ്മൾ ബോധപൂർവം ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനെ മാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേ വിരൽ തന്നെ ആയിരിക്കും മുകളിൽ വരിക. അല്ലേ? നമ്മൾ അങ്ങനെയല്ലേ നമുക്കൊരു ശീലം ഉണ്ടാവുക. നിങ്ങളൊന്നും കൂടെ ചെയ്ത് നോക്കൂ. അത് ലെഫ്റ്റ് ആണ്, ഇപ്പോൾ ലെഫ്റ്റ് ആണ്, പക്ഷെ ബോധപൂർവം ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് പോകും. അതെ അതെ അതെ. ബോധപൂർവം ചെയ്യുമ്പോൾ മാത്രം മാറുള്ളൂ. അപ്പൊ ഇനി ഓപ്പോസിറ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഒന്ന് ബോധപൂർവം ചെയ്യൂ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പൊ ലെഫ്റ്റ് ആണ് നിങ്ങൾക്ക് ആദ്യം വന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് വരുന്ന രീതിയിൽ ചെയ്യൂ. ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് ചെറിയൊരു സ്ട്രഗിളിങ്. അതെ 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 അതെ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു പ്രാവശ്യം റൈറ്റ് ഒരു പ്രാവശ്യം ലെഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യൂ. ആദ്യം ഒന്ന് റൈറ്റ് ഒന്ന് ലെഫ്റ്റ് ആയിട്ട്. മാഡം ഒന്നുകൂടി പറയൂ. എനിക്ക് റൈറ്റ് ആണ് മുകളിൽ വന്നത്, ആദ്യം വന്നത്. പിന്നെ രണ്ടാമത് മറ്റേത് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടല്ല, ഒരു ചെറിയ ഡിഫിക്കൽട്ടി വരുന്നുണ്ട്. അതെ അതെ, നമുക്കൊരു ശീലമില്ലാത്തതുകൊണ്ടൊരു അതൊരു ചെയ്യാനൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞുതരാം, ഒന്നും കൂടെ പറയാം. ആദ്യം വെറുതെ ഇങ്ങനെ ചെയ്താൽ മതി. ആദ്യം നമ്മള് ഒന്നും ചിന്തിക്കാതെ വെറുതെ ഇങ്ങനെ പിടിക്കുക. വിരലിങ്ങനെ ഉള്ളൊരു ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കുക. അപ്പൊ ഏത് വിരലാണ്? ഈ തള്ളവിരൽ നോക്കണം. തള്ളവിരൽ ഏതാണ് മുകളിൽ വന്നത്? റൈറ്റിന്റെ ആണോ ലെഫ്റ്റിന്റെ ആണോ? വലതാണോ വന്നേ? ആ, ഒന്ന് 2 പ്രാവശ്യം അങ്ങനെ ചെയ്യൂ. ഓക്കെ. ഇനി ബോധപൂർവം ലെഫ്റ്റ് മുകളിൽ വരുന്ന പോലെ, ഇടത് വിരല് മുകളിൽ വരുന്ന പോലെ ഒന്ന് ചെയ്യൂ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചെയ്തോ? വരുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇനി വലതും ഇടതും രണ്ടും മുകളിൽ വരുന്ന രീതിയിൽ ഒരു പ്രാവശ്യം ഇടത്, പിന്നെ രണ്ടാമത് വലത് വരുന്ന രീതിയിൽ ഒന്ന് ചെയ്യൂ. അങ്ങനെ മാറ്റി മാറ്റി ചെയ്യൂ. ചെയ്യാൻ പറ്റുന്നുണ്ടോ? മാറ്റി ചെയ്യുമ്പോ ഇടയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. ഇടയില് വിരലൊക്കെ മുകളിൽ കയറി പോകുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, നമ്മളതിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോ നമുക്ക് രണ്ടും ഒരുപോലെ തോന്നും. രണ്ടും ഒരുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതെ. അപ്പൊ ഇതുപോലെ തന്നെ നമ്മളുടെ മണി ബ്ലൂ പ്രിന്റും നമ്മൾ കുറെ കാലം അത് പ്രാക്ടീസ് ചെയ്യുമ്പോ നമുക്ക് നമ്മുടെ മണി ബ്ലൂ പ്രിന്റ് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറെ ചിന്തകള്, പഴയ കുറെ ബ്ലോക്കുകളൊക്കെ കിടപ്പുണ്ട്. അത് കുറെ ഫയൽസ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ നമ്മളത് കുറെ കാലം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ് ഈ 2ാമത്തെ അധ്യായത്തില് ഈ ബുക്കിൽ പറയുന്നത്. നമ്മൾ ഈ ലോട്ടറി എടുക്കുന്ന ആൾക്കാര് നമ്മള് കണ്ടിട്ടുണ്ടാവും. അപ്പൊ വലിയ എമൗണ്ടിനൊക്കെ ലോട്ടറി കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്താണ്, ആ ലോട്ടറി അടിച്ചിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാല് അവര് പണക്കാരായിട്ട് ഇരിക്കുമോ അതോ പഴയ സ്ഥിതിയിലോട്ട് പോവോ? ലോട്ടറി അടിക്കുന്ന ആൾക്കാരെന്താണ്, അവര് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് എന്താണ് പഴയ ആ ഒരു സ്ഥിതിയിലോട്ട് പോകാനുള്ളതാണ് സാധ്യത. അതെ അതെ. അപ്പൊ ഇതിനെന്താണ് കാരണം? അവരുടെ ആ മണി ബ്ലൂ പ്രിന്റ് അതിനനുസരിച്ചാണ്. അതുകൊണ്ടാണ് അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കാത്തത്. അവർക്ക് അതിനുള്ള സ്കിൽസ് ഇല്ല. പക്ഷെ നമ്മള് കണ്ടിട്ടുണ്ട്, നമ്മള് ഈ എന്താണ് പറയുന്നല്ല, പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ സുനാമി വന്നപ്പം, അല്ലെങ്കിൽ എന്താണ് കൊറോണ വന്നപ്പോഴൊക്കെ കുറെ പ്രതിസന്ധികൾ ഉണ്ടായി, കുറെ ബിസിനസ്സിനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. കുറെ ആൾക്കാരൊക്കെ എന്താണ് കുറെ കടങ്ങളൊക്കെ വന്നു. പക്ഷെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല
മണി ബ്ലൂ പ്രിന്റ് ആണെങ്കിൽ മണി ബ്ലൂ പ്രിന്റ് അതിനനുസരിച്ചാണെങ്കിൽ എന്താണ് അവർക്കത് പെട്ടെന്ന് തന്നെ പഴയ രീതിയിലോട്ട് മാറാൻ സാധിക്കും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് നമ്മൾ ആ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് കുറെ ഒന്നുമില്ലാത്തൊരവസ്ഥയിലോട്ട് വന്നു, കുറെ കടങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് വീണ്ടും കോടീശ്വരനാവാൻ സാധിച്ചു. അതിനെന്താ കാരണം? അദ്ദേഹത്തിന്റെ മണി ബ്ലൂ പ്രിന്റ് എന്താണ്? കോടീശ്വരന്റേതാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആവാനേ സാധിക്കുള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ വെൽത്ത് തെർമോസ്റ്റാറ്റ്. അപ്പൊ നമ്മുടെ റൂമിലൊക്കെ നമ്മളുടെ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് തെർമോസ്റ്റാറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ വെൽത്ത്, നമ്മുടെ സാമ്പത്തിക വിജയത്തിന്റെ ലെവൽ സ്ഥിരമായി മാറ്റാൻ നമ്മൾ എന്താണ് നമ്മുടെ വെൽത്ത് ബ്ലൂ പ്രിന്റ് റീസെറ്റ് ചെയ്യണം. അപ്പൊ നമ്മളെ സാലറി അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിലിങ്ങനെ പതിഞ്ഞു കിടക്കുകയാണ് ഒരു പ്രത്യേക ഒരു amount, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? അത് നമുക്ക് കുറെ കണ്ട് മുന്നോട്ട് പോകാനും ഒരു ബുദ്ധിമുട്ടാണ്. കുറെ നമ്മൾ കുറയാനും നമ്മൾ സമ്മതിക്കില്ല, അല്ലേ? അങ്ങനെ ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടാവും നമുക്ക് തീർച്ചയായിട്ടും. കാരണം നമ്മളെ ഈ എമൗണ്ടുമായിട്ട് നമ്മൾ ബ്ലൂ പ്രിന്റ് അതുമായിട്ട് കണക്റ്റഡ് ആണ്. അതെ 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 അതെ. അപ്പൊ നമ്മളത് ആ ഒരു ലെവലിലോട്ട് തന്നെ നിലനിർത്താൻ ശ്രമിക്കും. പക്ഷെ എന്താണ് നമുക്കൊരു മൾട്ടി മില്യണർ അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഫിനാൻഷ്യൽ ഫ്രീഡം ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തെർമോസ്റ്റാറ്റ്, നമ്മുടെ ഇൻകം തെർമോസ്റ്റാറ്റ് അല്ലെങ്കിൽ വെൽത്ത് തെർമോസ്റ്റാറ്റ് റേസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പൊ ഇതൊക്കെ എന്താണ് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്. നമ്മൾ നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റാൻ തയ്യാറാണെങ്കിൽ നമുക്ക് തീർച്ചയായും പണക്കാരാവാൻ സാധിക്കും. നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും, നമ്മൾ ചിന്തിക്കുന്ന പോലെയുള്ള ഫീലിങ്സ് ആണ് നമുക്ക് വരുന്നത്. ആ ഫീലിങ്സ് അനുസരിച്ചുള്ള ആക്ഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ എങ്ങനത്തെ ആക്ഷൻ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ ചിന്ത അനുസരിച്ചാണ് നമ്മുടെ ഫീലിങ്സ് വരുന്നത്. അപ്പൊ ഈ പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ അസുഖം വരിക ഇതൊക്കെ റിസൾട്ട് ആണ്. അപ്പൊ അത് നമ്മുടെ എക്സ്റ്റേണൽ വേൾഡ് നമ്മൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇന്റേണൽ വേൾഡ് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇന്റേണൽ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റേണൽ വേൾഡ് നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ തോട്ട്സ് ഒക്കെയാണ്, നമ്മുടെ ഇമോഷൻസ് ഒക്കെയാണ്. അപ്പൊ അത് മാറ്റിക്കഴിഞ്ഞാൽ മാത്രമാണ് അതിനനുസരിച്ചുള്ള പണം അല്ലെങ്കിൽ സമ്പത്ത് നമ്മളിലോട്ട് വരുന്നത്. അപ്പൊ ഈ ടി ഹാർവക്കർ സ്റ്റുഡന്റ് ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഇടക്കിടക്ക് ബാക്ക് പെയിൻ വരുമായിരുന്നു. അപ്പോൾ ഈ ബാക്ക് പെയിൻ വരുമ്പോൾ ഇദ്ദേഹം ഫിസിയോതെറാപ്പിസ്റ്റിനെ പോയി കാണും. അദ്ദേഹം എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറയും. പിന്നെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോൾ അസുഖം കുറയും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും അസുഖം വരും. അദ്ദേഹം വീണ്ടും കാണാൻ പോകും. അപ്പൊ ഇത് തന്നെ കുറച്ചു കാലം തുടർന്നുകൊണ്ടിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഇദ്ദേഹത്തിന് മനസ്സിലായത് ഈ സിംറ്റംസിൽ മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് അദ്ദേഹം എന്താണ് ഇരിക്കുന്ന പൊസിഷൻ, പോസ്റ്റർ മാറ്റി തുടങ്ങി. പിന്നെ സ്ട്രെസ് എടുക്കൽ കുറച്ചു. അതുപോലെ മഗ്നീഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ കാര്യങ്ങൾ, കുറെ ശീലങ്ങളിൽ കുറെ മാറ്റം വരുത്തിയപ്പോ ഇദ്ദേഹത്തിന് ഈ ബാക്ക് പെയിൻ നന്നായിട്ട് കുറഞ്ഞു. അപ്പൊ അതുപോലെ നമ്മളുടെ ശീലങ്ങള് അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് തോട്ട്സ് ഇതിലൊക്കെ മാറ്റം വരുത്തുമ്പോഴും നമ്മളെ ലൈഫിൽ ശരിക്കും മാറ്റം വരുന്നത്. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ ടൈറ്റാനിക്കിന്റെ തന്നെ നമുക്കറിയാം അല്ലെ? ടൈറ്റാനിക്കിൽ എന്താണ് സംഭവിച്ചത്? ടൈറ്റാനിക് എന്താണ് ടൈറ്റാനിക്കിന് അത്രയും വലിയ അപകടം സംഭവിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ അടിയിൽ അത്രയും വലിയൊരു ഇതുള്ളത് എന്താണ്? ഐസിന് എന്താ പറയുന്നത് അതില്? അതിന്റെ 3 ഇരട്ടിയിൽ കൂടുതൽ താഴേക്കാണ് ഉള്ളത്. അതെ 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 അതെ. അപ്പൊ അത് അവര് ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെയാണ് നമ്മളുടെ
ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളത്. അപ്പൊ അത് നമ്മൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് വരുന്നത്. If you want to change the fruits, you will first have to change the roots. If you want to change the visible, you must first change the invisible. അപ്പൊ ഈ ബുക്ക് 2 അധ്യായം ഉള്ളത്. ഫസ്റ്റ് വെൽത്ത് ബ്ലൂ പ്രിന്റ് ആണ്, രണ്ടാമത് 17 വെൽത്ത് ഫയൽസ് ആണുള്ളത്. അപ്പൊ ഫസ്റ്റ് കുറെ സ്വാധീനങ്ങളുണ്ട്. നമ്മൾ ചെറുപ്പം മുതലേ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് 3 തരത്തിലാണുള്ളത്. ഫസ്റ്റ് വൺ വെർബൽ പ്രോഗ്രാമിംഗ് ആണ്, രണ്ടാമത് മാതൃക, മൂന്നാമത് കൃത്യമായ സംഭവങ്ങൾ, സ്പെസിഫിക് ഇൻസിഡൻസ്. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് വെർബൽ പ്രോഗ്രാമിങ്ങിനെ പറ്റിയാണ്. വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇതിലൊക്കെ മാറ്റം വരുത്തുമ്പോ നമ്മൾ മാത്രമാണ്. ഓൾറെഡി പറയൂ സർ. നമ്മൾ ഓൾറെഡി നമ്മൾ കേട്ട് ഉണ്ടാവില്ലേ, ഇപ്പം പൈസ ഉള്ളവരൊക്കെ മോശമാണ്, പിന്നെ അങ്ങനെ കുറെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ കുറെ കേട്ട സംഭവങ്ങൾ ഉണ്ടാകും. അത് നമ്മളെ മൈൻഡിൽ തന്നെ ഉണ്ടാവും. അത് ആ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയിട്ടുള്ള ആ ഒരു വേർഡിങ്. അതെ അതെ അതെ. യെസ് യെസ്, താങ്ക് യു സോ മച്ച് സർ. അപ്പൊ നമ്മള് പണത്തെ കുറിച്ച് അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ച് കുട്ടിക്കാലത്ത് എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത്? നിങ്ങൾ എന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത്? നല്ല കാര്യങ്ങളാണോ ചില കേട്ടിട്ടുള്ളത്? സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇതൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല, അത്രക്കുള്ള പണമൊന്നും നമ്മുടെ അടുത്തില്ല എന്നൊക്കെ വീട്ടിൽ പറയും. അപ്പൊ നമ്മളത് ആ ഭാഗത്തേക്ക് പിന്നെ ചിന്തിക്കില്ല, അതെ അതെ അതെ. മനസ്സിൽ അത് പതിയാണ്. അത് നമുക്ക് യെസ് യെസ് യെസ്, താങ്ക് യു സോ മച്ച്. യെസ്. നമ്മളോട് പിന്നെ പൈസ വെക്കുന്നത്, നമ്മള് കുട്ടിക്കാലത്തൊക്കെ നമ്മളോട് പറയുന്നത് പൈസ വെക്കുമ്പോ മോനെ ജോലി നഷ്ടപ്പെട്ടാല് അല്ലെങ്കിൽ സൂക്കടൊക്കെ വന്ന പൈസ വേണ്ടേ എന്നുള്ള കമ്മ്യൂണിക്കേഷനിലാണ് നമ്മൾ പൈസ ഒരു നെഗറ്റീവിലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ പറയുന്നില്ല പൈസ ഒരു സമൃദ്ധിക്ക് വേണ്ടിയാണ് നമ്മൾ പറയുന്നില്ല. യെസ് 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 യെസ്, താങ്ക് യു സോ മച്ച് ബൈജു സർ. അതെ, നമ്മൾ കുട്ടിക്കാലത്ത് മുതലേ അങ്ങനെ കേട്ടിട്ടുള്ളത്. നമ്മൾ കുറെ കഷ്ടപ്പെടേണ്ട ആൾക്കാരാണ്. ഒരിക്കലും ഒരു നല്ല യാത്ര പോവാനോ അല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട്സ് ആയിട്ട് എൻജോയ് ചെയ്യാനോ അങ്ങനത്തെ രീതിയിലൊന്നും നമ്മളെ ഒരിക്കലും എൻകറേജ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനത്തെ രീതിയിൽ നമ്മൾ വളർന്നതുകൊണ്ട് നമ്മളുടെ മൈൻഡ് സെറ്റും അതുപോലെയാണ്. പിന്നെന്താണ്, പണം മരത്തിൽ കായ്ക്കൂല, പിന്നെന്താണ് കുറെ കഷ്ടപ്പെട്ടാലേ പണം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. എന്താണ്, ചോര നീരാക്കിയാലേ പൈസ ഉണ്ടാവും. അതെ 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 അതെ, ചോര നീരാക്കിയാലേ പൈസ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പേരൻസും റിലേറ്റീവ്സ് ഒക്കെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താണ്, വേറെന്തൊക്കെയാണ് കേട്ടിട്ടുള്ളത്? ഇവിടെ പറയാറുണ്ട്, നമ്മുടെ ചെറിയച്ഛനൊക്കെ പറയാറുണ്ട്, ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല എന്നൊക്കെ പറയും. അതെ 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 അതെ, പൈസ തരാൻ എന്ന് പറയും. അതെ അതെ. പിന്നെ എല്ല് മുറിയെ പണിതാലേ പല്ല് മുറിയെ തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ അധ്വാനിച്ചാലേ കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നല്ലേ? യെസ് യെസ്, അതെ അതെ അതെ. അപ്പൊ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴെന്താണ്, അതൊക്കെ മണി ബ്ലോക്ക് ആയിട്ട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു കിടക്കും. അപ്പൊ അതൊക്കെ മാറ്റിയാൽ മാത്രമേ നമുക്ക് ശരിക്കും റിച്ച് ആവാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ കുട്ടികളുടെ അടുത്താണെങ്കിലും എന്താണ്, നമ്മൾ കുറെ പൈസ ഉണ്ടാക്കിയാൽ അതിന്റെ അഡ്വാൻറ്റേജ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അത് പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് കുട്ടികളുടെ അടുത്തൊക്കെ ഇതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മാറാൻ വേണ്ടിയിട്ട്, നമ്മൾ ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായിട്ട് നമുക്ക് അതിനെ പറ്റിയൊരു അവബോധം അല്ലെങ്കിൽ അവയർനെസ് ഉണ്ടാവുക വേണ്ടത്. അപ്പൊ നമുക്ക് ഇങ്ങനെ മാറ്റം വരുത്തണം, നമുക്ക് അറിഞ്ഞാൽ മാത്രമല്ലേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം നമ്മൾ അവയർനെസ് ആണ് നമുക്ക് വേണ്ടത്. രണ്ടാമത് ധാരണ. അപ്പൊ നമ്മൾ ചിന്തിക്കണം ശരിക്കും നമുക്ക് എവിടുന്നാണ് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുള്ളത്, ആരുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് ഉള്ളത് എന്നുള്ളത്.
പിന്നെ നമുക്ക് എന്താണ് നമുക്കത് യൂസ്ഫുൾ അല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളത് മാറ്റാൻ തയ്യാറാവണം. അപ്പൊ നമ്മളത് ഡിസസോസിയേറ്റ് ചെയ്യണം. ഇനി നാലാമതായിട്ട് നമുക്ക് എന്താണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് അഫർമേഷൻസ് യൂസ് ചെയ്യാം. സ്ട്രോങ് ആയിട്ട് അഫർമേഷൻ നമുക്കത് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിൽ ഭയങ്കര ചേഞ്ച് വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ അഫർമേഷൻസ് പറയേണ്ടത്: പണത്തെ കുറിച്ച് ഞാൻ കേട്ടത് സത്യമായി കൊള്ളണമെന്നില്ല. എന്റെ സന്തോഷത്തിന്റെയും വിജയത്തിന്റെയും പിന്തുണയ്ക്കുന്ന പുതിയ ചിന്താരീതികൾ അവലംബിക്കുകയാണ് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയണം. അപ്പൊ മാത്രമാണ് നമ്മളുടെ ആ ഒരു മണി ബ്ലോക്ക് പോവുള്ളൂ. നിങ്ങൾ റെഡിയാണോ അങ്ങനെ പറയാന്? ഹലോ. അപ്പൊ നമ്മള് ശരിക്കും Yes. മാറണമെങ്കിൽ ഓക്കെ താങ്ക് യു സർ. അപ്പൊ ശരിക്കും മാറണമെങ്കിൽ നമ്മളുടെ ആ പഴയ മണി ബ്ലോക്ക് ഒഴിവാക്കി നമ്മുടെ പഴയ ചിന്തകൾ മാറ്റിയിട്ട് പുതിയത് തെരഞ്ഞെടുക്കാൻ റെഡി ആവണം. രണ്ടാമത് മോഡലിംഗ് ആണ്. മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമ്മള് നമ്മുടെ കുട്ടിക്കാലത്ത് പാരന്റ്സ് ഒക്കെ പണത്തെ കുറിച്ച് നമ്മൾ എന്തൊക്കെ കണ്ടത് എന്നുള്ളതാണ്. പാരന്റ്സ് ഇപ്പം സേവ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ പണത്തെ കുറിച്ച് സ്ട്രഗ്ലിംഗ് ആയിരുന്നോ? നിങ്ങൾ വളരുമ്പോൾ പണത്തെ കുറിച്ച് എന്തെങ്കിലും സ്ട്രഗ്ലിംഗ് ഉണ്ടായിരുന്നോ, അതോ സന്തോഷമായിരുന്നോ? വീട്ടിലെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? പാരന്റ്സിൽ ആരെങ്കിലും ഒരാൾക്ക് നന്നായിട്ട് സേവ് ചെയ്യുന്ന ഹാബിറ്റ് ഉണ്ടായിരുന്നോ? അവര് ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്യുമായിരുന്നോ? വലിയ കുടുംബത്തിൽ ഓക്കെ കൂട്ടുകുടുംബായിരുന്നോ? മാഡം സാമ്പത്തികമായിട്ട് ഭയങ്കര സമ്പത്തുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണ് ഞാൻ. പക്ഷെ 10 റുപ്യക്ക് എത്രയോ മാസങ്ങൾ കുടുങ്ങി നിൽക്കുന്ന സമയവും അനുഭവിച്ച വ്യക്തി തന്നെയാണ് ഞാൻ. അപ്പോ ചെറുപ്പം മുതലേ ഈ സാമ്പത്തിക അറിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഗതികേട് വന്നത്. പിന്നെ ഫിനാൻഷ്യൽ ആയുള്ള ബുക്കുകളൊക്കെ വായിച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചെറുപ്പം മുതൽ അതെ നമ്മൾ ബുക്ക് വായിക്കുക, അതുപോലെ നമ്മൾ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളുടെ ചിന്തയിൽ ഭയങ്കര മാറ്റം വരും. അപ്പൊ രണ്ടാമത് മോഡലിംഗ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് കുറെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പേരൻസിൽ നിന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു കിടക്കും. അപ്പൊ അതൊക്കെ മാറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് നമുക്ക് നേടാൻ സാധിക്കുക. അപ്പൊ നമ്മൾ പറയേണ്ട അഫർമേഷൻ എന്താണ്? പണത്തിന് ചുറ്റും ഞാൻ മാതൃകയാക്കിയത് അവരുടെ വഴിയായിരുന്നു, ഞാൻ എന്റെ വഴി തിരഞ്ഞെടുക്കുന്നു. അപ്പൊ പണ്ട് ഞാൻ അവരെയാണ് മാതൃകയാക്കിയിരുന്നത്, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അപ്പൊ ഞാനത് മാറ്റാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയണം. എനിക്കൊരു കോടീശ്വര മനസ്സുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ അഫർമേഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് പറയണം. പിന്നെ മൂന്നാമത് സ്പെസിഫിക് ഇൻസിഡൻസ് ആണ്. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം ചില വീടുകളിലൊക്കെ ആണുങ്ങൾ മാത്രമായിരിക്കും ജോലിക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പോഴെന്താണ് നമുക്കൊരു ധാരണ വരും, ആണുങ്ങൾക്ക് മാത്രമാണ് പൈസ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ ഇതില് ഓദർ പറയുന്നുണ്ട്, അവരുടെ വൈഫ് കുട്ടിയായിരുന്നപ്പോ അവരുടെ വീടിന്റെ അടുത്ത് കൂടെ ഈ ഐസ്ക്രീം കൊണ്ടിറക്കുന്ന ആള് പോവായിരുന്നു. അപ്പൊ ഇത് കാണുമ്പോ ഈ കുട്ടിക്ക് ഐസ്ക്രീം വേണം. അപ്പൊ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ അമ്മ പറയും അച്ഛന്റെ അടുത്ത് പോയി പൈസ ചോദിക്കുന്നുള്ളത്. അപ്പൊ എല്ലാ പ്രാവശ്യവും എന്തിനാണെങ്കിലും പൈസക്ക് പോകുമ്പോ അമ്മ ഇതന്നെ പറയാം. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ കുട്ടിക്ക് എന്താണ് മനസ്സിലാവുന്നത്? പൈസ അച്ഛന്റെ അടുത്ത് ഉണ്ടാവുക. അപ്പൊ ആ ഒരു ധാരണയില് ഇവര് വളർന്നപ്പോഴും ഇവര് പൈസ സേവ് ചെയ്യുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ജോലിയെ പറ്റിയൊന്നും ചിന്തിച്ചില്ല. അവര് ഭയങ്കരമായിട്ട് എത്ര പൈസ കിട്ടിയാലും അത് ചെലവാക്കാന്നല്ലാണ്ട് അത് സേവ് ചെയ്യണം എന്നല്ലാതെ സമ്പാദിക്കണമെന്നോ സേവ് ചെയ്യണം എന്നുള്ള ഒരു ചിന്ത അവർക്കില്ലായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങളെ ലൈഫില് കുട്ടിയായിരുന്നപ്പോ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ?
എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടോ? അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിലും അത് നമ്മളെ വളരെയേറെ സ്വാധീനിക്കും. എനിക്ക് ഒരു സംഭവം ഉള്ളത് സൈക്കിള് വാങ്ങണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പൈസ ഇല്ലാതെയാണ് വൈകിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു ചെറുപ്പത്തില്. അപ്പൊ ഇതിങ്ങനെ പിന്നെ അത് പെട്ടെന്ന് ഒരു 2-3 അവസരങ്ങളിൽ അതുപോലെ ഉണ്ടായി. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി ഇത് പണത്തിന്റെ കുറിച്ചിട്ട് സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക് നമ്മുടെ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ ചോദിക്കുന്നുമില്ല, വാങ്ങിയിട്ടുമില്ലായിരുന്നു ചെറുപ്പത്തിൽ കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമ്പോ എന്താണ് കുറെ കഴിയുമ്പോഴാണെങ്കിലും നമ്മള് എന്താണ് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് അതിന്നും ഒഴിഞ്ഞു മാറി നിൽക്കും. അപ്പൊ അതിൽ നമ്മൾ പറയേണ്ട അഫർമേഷൻ, കഴിഞ്ഞ കാലത്തെ നിർഗുണമായ സാമ്പത്തിക അനുഭവങ്ങളെ ഞാൻ സ്വതന്ത്രമാക്കി പുതിയതും സമ്പന്നവുമായ ഭാവിയെ സൃഷ്ടിക്കുന്നു എന്നാണ്. അപ്പൊ നമ്മളിങ്ങനെ അഫർമേഷൻസ് പറയണം. ഇങ്ങനെ കുറെ കാലം നമ്മൾ പറയുമ്പോൾ മാത്രമാണ് നമ്മളുടെ ആ മണി ബ്ലോക്ക് ഒഴിവാകുക. അപ്പൊ ഫസ്റ്റ് അധ്യായത്തിൽ ഈ മണി ബ്ലൂ പ്രിന്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ മണി ബ്ലൂ പ്രിന്റിനെ കുറിച്ച് നിങ്ങൾ ആദ്യമായിട്ടാണോ കേൾക്കുന്നത്, അതോ ഇതിനെ മുമ്പ് കേട്ടിട്ടുണ്ടോ? ഇല്ല മാഡം. ആദ്യമായിട്ടാണോ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മണി ബ്ലൂ പ്രിന്റ് മാറ്റണം എന്നുള്ള ആഗ്രഹം വന്നു അല്ലേ ഇത് കേട്ടപ്പോ? വന്നോ? അതോ കുറെ കാലമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ? രാജേഷ് സർ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സർ. അപ്പൊ രണ്ടാമത്തെ അധ്യായത്തിൽ 17 വെൽത്ത് ഫയൽസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഞാനിത് എല്ലാ വെൽത്ത് ഫയൽസും പറയുന്നില്ല, ഇതിന്റെ അടുത്തൊരു ക്ലാസ്സും കൂടെ ഉണ്ടാവും. അപ്പൊ അത് 5 വെൽത്ത് ഫയൽസ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വെൽത്ത് ഫയൽസും പറയും. അപ്പൊ ആദ്യത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ ബിലീവ് ഐ ക്രിയേറ്റ് മൈ ലൈഫ്, പുവർ പീപ്പിൾ ബിലീവ് ലൈഫ് ഹാപ്പൻസ് ടു മീ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്? റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ്? അവരുടെ ലൈഫ് അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പുവർ ആയിട്ടുള്ള ആൾക്കാര് ചിന്തിക്കുന്നത് ലൈഫ് ഇതെന്താ, ഇതൊക്കെ വിധിയാണ്, അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണെന്നുള്ളതാണ്. ഇപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാര് എന്ന് പറയുമ്പോൾ ഇതില്, അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാർ ഇതില് മോശമായിട്ടൊന്നും ഓതർ പറയുന്നില്ല. റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് പൈസ നന്നായിട്ട് സേവ് ചെയ്യാൻ അറിയാം, അത് മാനേജ് ചെയ്യാൻ അറിയാം, അവർക്ക് വിജയത്തിന്റെ രഹസ്യം അറിയാം എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ റിച്ച് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ കുറെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കുറെ സൗഭാഗ്യങ്ങൾ വരും എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഇതിലെന്താണ് ആദ്യമായിട്ട് പറയുന്നത്? എന്താ? റിച്ച് പീപ്പിൾ ബിലീവ് ഐ ക്രിയേറ്റ് മൈ ലൈഫ്. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവരവരെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണ്. പുവർ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ചിന്തിക്കുന്നത്? അവര് ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് എപ്പോഴും മാറി നിൽക്കാൻ ശ്രമിക്കും. റിച്ച് ആയിട്ടുള്ള ആൾക്കാർ അവരാണ് അവരുടെ ലൈഫിന്റെ ബോസ് എന്നാണ് എപ്പോഴും പറയുന്നത്. അപ്പൊ പുവർ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താണ് സാഹചര്യങ്ങളെ അല്ലെങ്കിൽ വേറെ വ്യക്തികളെ അല്ലെങ്കിൽ പാരന്റ്സിനെ റിലേറ്റീവ്സിനെ എല്ലാവരെയും കുറ്റപ്പെടുത്തി നടക്കും. കുറ്റപ്പെടുത്തി നടക്കുന്ന ആൾക്കാർ എപ്പോഴും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അവരുടെ ലൈഫിൽ വലിയ മാറ്റമൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ എന്താണ് നമ്മുടെ ലൈഫിന്റെ 100% റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് നമ്മളെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് വരിക. രണ്ടാമത്തെ വെൽത്ത് ഫയല് rich people play the game to win, poor people play the money game to not lose. അപ്പൊ പറഞ്ഞാൽ എന്താണ്? റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ജയിക്കാൻ വേണ്ടിയിട്ടാണ് കളിക്കുന്നത്. പുവർ ആയിട്ടുള്ള ആൾക്കാർ എന്താണ് അവർക്ക് തോൽവിയൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിലാണ് അവര് കാര്യങ്ങൾ ചെയ്യുന്നത്.
ഉള്ളത് പോകണ്ട രീതിയിൽ അല്ലേ? അതെ അതെ കയ്യിലുള്ളത് പോകണ്ട എന്നുള്ള രീതിയിൽ അതെ അതെ സംരക്ഷിക്കും, ഡിഫെൻഡ് ചെയ്യും. അതെ അതെ യെസ് യെസ്. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, അവര് എന്ത് ജയിക്കാൻ വേണ്ടിട്ട് എന്തും ചെയ്യാൻ തയ്യാറാണ്. അവരാ നല്ല നന്മയുടെ വഴിയിലൂടെ പോയിട്ട് എങ്ങനെയും വിജയിച്ചേ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷെ പാവപ്പെട്ട ആൾക്കാരെന്താണ്, അവർക്ക് അവരുടെ കംഫർട്ട് സോണിൽ നിന്നിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ. അവരിങ്ങനെ എന്താണ് റെന്റ് അടയ്ക്കുക, ആവശ്യത്തിനുള്ള കാര്യങ്ങള് അത് മാത്രമേ അവർ ചെയ്യുള്ളൂ. എന്താണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ മാത്രം മതി, അതേ തന്നെ കൊണ്ട് സാധിക്കുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്താണ്, അത്ര പൈസ ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ. എനിക്കൊരു മില്യനർ ആവണം, അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആസ്വദിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ആ രീതിയിലോട്ട് എത്താൻ സാധിക്കുള്ളൂ. അപ്പൊ രണ്ടാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ പ്ലേ ദ ഗെയിം ടു വിൻ, പുവർ പീപ്പിൾ പ്ലേ ദ മണി ഗെയിം ടു നോട്ട് ലോസ്. മൂന്നാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ ആർ കമ്മിറ്റഡ് ടു ബീയിങ് റിച്ച്, പുവർ പീപ്പിൾ വാണ്ട് ടു ബി റിച്ച്. മൂന്നാമത്തെ വെൽത്ത് ഫയൽ പറയുന്നത് റിച്ച് പീപ്പിൾ ആർ കമ്മിറ്റഡ് ടു ബീയിങ് റിച്ച്, പുവർ പീപ്പിൾ വാണ്ട് ടു ബി റിച്ച്. അപ്പൊ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ്, അവർക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ അവർ തയ്യാറല്ല. അവർ കുറെ എക്സ്ക്യൂസുകൾ പറയും. എന്തൊക്കെ എക്സ്ക്യൂസാ പറയാ? പുവർ ആയിട്ടുള്ള ആൾക്കാർ എന്താ പറയാ, പണം ഉണ്ടാക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്താണ് കൂടുതൽ എന്താണ് അല്ല, ഇപ്പൊ അതിനുള്ള സാഹചര്യം ഇല്ല, പിന്നെ നോക്കാം എന്നുള്ള രീതിയിൽ അതെ 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 അതെ. പിന്നെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്തിട്ട് നമ്മൾ പരാജയപ്പെട്ട് കഴിഞ്ഞാല് എല്ലാരും നമ്മളൊരു പരാജയപ്പെട്ട വ്യക്തിയായിട്ട് കാണൂലേ? അങ്ങനെ ഒരു പേര് നമുക്ക് വരൂലേ? അങ്ങനെയൊക്കെ ഒരു ചിന്ത അവർക്ക് എപ്പോഴും എന്താണ്, ഒരു നെഗറ്റീവ് വെൽത്ത് ഫയലാണ് അവർക്കുള്ളത്. പിന്നെന്താണ് എന്താണ് പണം ഉണ്ടാക്കല് ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആയിട്ടുള്ള കാര്യമാണ്. കുറെ പൈസ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഉത്തരവാദിത്തം കൂടുതലായിട്ട് വരും. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അവർ. പിന്നെ വേറെ എന്തൊക്കെയാണ് നെഗറ്റീവ് വെൽത്ത് ഫയൽസ്? നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരും കുറെ പൈസ ഉണ്ടായാല്. പക്ഷെ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. അവരെപ്പോഴും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം, അവർക്ക് ആ ഒരു ലക്ഷറി ലൈഫ് ആസ്വദിക്കണം, അതിനു വേണ്ടിയിട്ട് അവരെന്തും ചെയ്യാൻ തയ്യാറാണ്. അതാണ് വെൽത്ത് ഫയൽ 3. നാലാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ തിങ്ക് ബിഗ്, പുവർ പീപ്പിൾ തിങ്ക് സ്മോൾ. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്താണ്, ഭയങ്കര വലുതായിട്ട് ചിന്തിക്കും. നിങ്ങൾ വലുതായിട്ട് ചിന്തിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? യെസ് മാഡം. എന്തൊക്കെയാണ് നിങ്ങൾ രാജേഷ് സാറെ സ്വപ്നങ്ങള്? ഒരു മാസം ഒരു 10 ലക്ഷം ഉണ്ടാക്കണം വരുമാനം. ഓക്കെ. എത്ര വർഷം കഴിഞ്ഞിട്ട്, ഏത് വർഷമാണ് നേടേണ്ടത്? വർഷം നമുക്കൊരു 5 ലക്ഷം ഒരു 2 വർഷം കൊണ്ട് തന്നെ ഉണ്ടാക്കണം ഒരു മാസ വരുമാനം. പക്ഷെ അതിന് നമുക്ക് ക്ലാരിറ്റി വേണം, ഏത് വർഷം വേണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതിൽ നല്ല ക്ലാരിറ്റി വേണം. പിന്നെ നമുക്ക് ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല, നടക്കില്ലേ എന്നുള്ളൊരു ഡൗട്ട് വന്നു കഴിഞ്ഞാല് നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. നടക്കണല്ലോ, നടക്കണം എന്ന് ചിന്തിക്ക്, നടക്കണം. യെസ് 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 യെസ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് പണത്തിനപ്പുറത്തേക്കൊരു വേറെ ഗോൾസ്, പണം അത് പിന്നാലെ വരുന്നുള്ളതല്ലേ, പണത്തിനപ്പുറത്തേക്ക് ഒരു ഗോളല്ലേ നല്ലത്? ബിസിനസ്. നമുക്കൊരു പർപ്പസ് വേണം. നമ്മള് പണം ആയിരിക്കരുത് നമ്മുടെ ലക്ഷ്യം, നമ്മൾ സർവീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് പണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡ്രഗ്സ് ചെയ്താൽ മതി, അതല്ല ബിസിനസ് അല്ലേ, അത് റിസൾട്ടാണ് പണം. യെസ് 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 യെസ്. താങ്ക് യു സർ.
സാറ് പറഞ്ഞ പോലെ നല്ലൊരു അഭിപ്രായമാണ്. അതെ അതെ അതെ. അല്ലെ നമ്മളിപ്പോ പണം ഉണ്ടാക്കാതെ എന്റെ അഭിപ്രായം കേട്ടോ, തെറ്റാവാം, നമുക്കുള്ള അത്ര അറിവൊന്നുമില്ല, പക്ഷെ എന്നാലും പറയാം. ഇപ്പൊ ഡ്രഗ്സ് ചെയ്താലും പൈസ ഉണ്ടാക്കാം, ഒന്നുകിൽ ജസ്റ്റ് ഒരു പല ബിസിനസ് ചെയ്താലും പൈസ ഉണ്ടാക്കാൻ പല രീതിയും ചെയ്യാം. പക്ഷെ അതൊരു ഒരു സമൂഹത്തിനും എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് റിസൾട്ട് ആകും, അതല്ലേ ഇതിന്റെ ബെറ്റർ? അതെ അതെ അതെ, അത് തന്നെയാണ് എന്റെ ശരിയായ രീതി. യെസ്, താങ്ക് യു സർ. അപ്പൊ നമ്മളെന്താണ്, നമ്മൾ വാല്യൂ, നമ്മൾ സമൂഹത്തിന് വാല്യൂ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള റിസൾട്ടാണ് നമുക്ക് കിട്ടുക. അപ്പൊ എത്ര ആൾക്കാരെ നമ്മൾ സെർവ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ചോദ്യം വരുന്നത്. നിങ്ങൾ എത്ര ആൾക്കാരെ സെർവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്ര ആൾക്കാർക്ക് നിങ്ങൾ ക്വാളിറ്റി സർവീസ് കൊടുക്കുന്നു, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പണം വരുന്നത്. നിങ്ങൾ 1000 ആൾക്കാരെ സെർവ് ചെയ്യാനാണോ അതോ 1,00,000 ആൾക്കാരെ സെർവ് ചെയ്യാനാണോ താല്പര്യപ്പെടുന്നത്? അപ്പൊ നമുക്ക് കുറെ പൈസ നമ്മളിലോട്ട് വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റോ സർവീസോ നമുക്ക് വേണം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ വലുതായി ചിന്തിക്കണം. നിങ്ങൾ ഫാമിലി ആയിട്ട് ഒരു വേൾഡ് ടൂർ ഒക്കെ സ്വപ്നം കാണാറുണ്ടോ? ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ എവിടെയെങ്കിലും ദൂരെ പോവുക, അതുപോലെ എന്താണ് ലക്ഷറി ആയിട്ട് ഒരു കാർ വാങ്ങിക്കുക, ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നെ ലക്ഷറി നമ്മളൊക്കെ ഒരു ബെൻസോ BMW. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അതിനനുസരിച്ച് നമുക്ക് ക്ലാരിറ്റി ഉണ്ട്, നമ്മുടെ ഗോൾസിനൊക്കെ ക്ലാരിറ്റി ഉണ്ടാവും. പറയൂ സർ. ഞാൻ എപ്പോഴും ഇലകളും പൂക്കളും കായ്കനികളുള്ളൊരു ലോകമാണ് സ്വപ്നം കാണുന്നത്. ഞാൻ ഒരു പണത്തിന് സ്വപ്നം കാണാറില്ല മാഡം. അപ്പൊ നമ്മുടെ മനസ്സിന് നല്ല സമാധാനം ഉണ്ട്, പക്ഷെ കയ്യില് പൈസ ഇല്ലാന്ന്. അതെ അതെ. അപ്പൊ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള ധാരണ ഒന്നും ഇല്ലല്ലോ. എന്താ പണം ഉണ്ടായാൽ മാത്രമാണോ സന്തോഷം? അതാണ് പണം ഉണ്ടായാൽ മാത്രമേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നുള്ള ധാരണ തെറ്റാണ്. അല്ല, അങ്ങനെ വേണമെന്നില്ല. പണം ഉണ്ടായേ സന്തോഷം ഉണ്ടാവുള്ളൂ എന്നില്ല. പക്ഷെ പണം അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ്. വലുതായി ചിന്തിക്കാനേ പണം വേണമെന്നില്ല. ഇല്ല, അങ്ങനെ ഇല്ല. പീപ്പിൾ തിങ്സ് അല്ല പറയുന്നത്. അല്ല, ഇപ്പൊ അത് ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ്. ഇപ്പൊ പണം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും. ചിന്തകളൊക്കെ അല്ല, അപ്പൊ ഗാന്ധിജിക്ക് ഇപ്പൊ കുറെ പണം ഉണ്ടായതുകൊണ്ടല്ലോ അദ്ദേഹം വളരെ ഹാപ്പി ആയിരുന്നല്ലോ. അപ്പൊ ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ്. അപ്പൊ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകാരം കിട്ടുന്നതിലൂടെയല്ലേ കാര്യമുള്ളൂ, അല്ലാതെ ബെൻസും മറ്റേ സ്വന്തം ലക്ഷറി ലൈഫ് അല്ലല്ലോ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സ്വന്തം ലക്ഷറി, അതെ അതെ. ഇപ്പൊ അതിനൊരു പ്രാധാന്യമുണ്ട്. അത് ഓരോ ആൾക്കാരുടെ സ്വപ്നല്ലേ. ഇപ്പൊ നമ്മളുടെ വലിയൊരു സ്വപ്നം നേടുക എന്ന് പറഞ്ഞാല് അത് നമുക്ക് വലിയൊരു സന്തോഷം തരുന്ന കാര്യല്ലേ. ഓരോ ആൾക്കാരനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓരോ ആൾക്കാരുടെ കാഴ്ചപ്പാട് വ്യത്യാസമായിരിക്കാം. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ പണം ഉണ്ടാക്കിയാൽ നമുക്ക് കുറെ ആൾക്കാരെ സെർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് കുറെ ആൾക്കാരെ സഹായിക്കാൻ സാധിക്കും അല്ലെ. പണം ഉണ്ടാക്കാൻ നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രമല്ല, നമുക്ക് കുറെ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കാം, കുറെ രോഗികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ സഹായിക്കാം, ഒത്തിരി നന്മ ചെയ്യാൻ പറ്റും നമുക്ക് പണം ഉണ്ടെങ്കിൽ. അപ്പൊ വേറെ ആൾക്കാരെ കാണിക്കാനോ അല്ലെങ്കിൽ ആർഭാടത്തിനോ വേണ്ടി മാത്രമല്ല പണം നമുക്ക് ആവശ്യം വരിക. പിന്നെ ലക്ഷറി വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ വലിയ കാറ് വാങ്ങിക്കുക, ഇതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ സ്വപ്നമല്ലേ. ഓക്കെ. അപ്പൊ റിച്ച് പീപ്പിൾ തിങ്ക് ബിഗ്, പുവർ പീപ്പിൾ തിങ്ക് സ്മോൾ. അപ്പൊ നമ്മൾ എന്താണ്, നമ്മള് സോഷ്യൽ മീഡിയ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്ത് കിടന്ന് നമ്മള് സമയം കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോട്ട് എത്താൻ സാധിക്കില്ല. അതിന് നമ്മൾ പ്രവർത്തിക്കുക തന്നെ വേണം.
അഞ്ചാമത്തെ വെൽത്ത് ഫയലാണ് റിച്ച് പീപ്പിൾ ഫോക്കസ് ഓൺ ഓപ്പർച്യൂണിറ്റീസ്, പൂർ പീപ്പിൾ ഫോക്കസ് ഓൺ ഓബ്സ്റ്റക്കിൾസ്. അപ്പൊ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താണ് അവസരങ്ങളെ പറ്റിയാണ് ചിന്തിക്കുക. അവർ എവിടെ ഒരു അവസരം വന്നു കഴിഞ്ഞാലും അത് ഉപയോഗപ്പെടുത്തും. പൂർ ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താ തടസ്സങ്ങളെ കുറിച്ചാണ് അവർക്ക് ചിന്ത. എന്താണ് റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എപ്പോഴും എന്താണ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയിട്ട് അതിന്റെ എന്താണ് നമുക്ക് റിവാർഡ്സ് കിട്ടുന്നത് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ടിനെ പറ്റിയാണ് ചിന്തിക്കുക. പക്ഷെ പാവപ്പെട്ട ആൾക്കാർ എന്താണ്, പാവപ്പെട്ട ആൾക്കാരെ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ എപ്പോഴും എന്താണ് റിസ്കിനെ പറ്റിയാ ചിന്തിക്കുക. എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യുമ്പോൾ നമുക്ക് കുറെ തടസ്സങ്ങൾ ഉണ്ടല്ലോ, അതിന് കുറെ റിസ്ക് ഉണ്ട് എന്നാണ് അവരുടെ ഒരു ചിന്ത എപ്പോഴും വരിക. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്താണ് അവർക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവരെന്താണ് കുറെ കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കും, പക്ഷെ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാല് അവര് അത് വിട്ടിട്ട് വേറെ ഒന്ന് തുടങ്ങും. ഇങ്ങനെ ആവുമ്പോ നമുക്ക് ഒരിക്കലും എന്താണ് ഒന്നും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ റിച്ച് മൈൻഡ് സെറ്റുള്ള ആൾക്കാര് അവർക്ക് അവരുടെ ലൈഫിൽ എന്തൊക്കെ അവസരങ്ങളാണ് വരിക അതൊക്കെ അവര് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തും. അതുപോലെ തന്നെ അവരെന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് അവർ കംപ്ലീറ്റ് ചെയ്യും. എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അത് അവര് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് 5 വെൽത്ത് ഫയൽസ് ഉള്ളത്. അപ്പൊ ഇനി കുറച്ച് വെൽത്ത് ഫയൽസും കൂടെ ഉണ്ട്. അത് അടുത്തൊരു സെഷന്, നാളെ മറ്റന്നാള് ഒരു സെഷനും കൂടെ ഉണ്ടാവും, അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളുടെ പഴയ കുട്ടിക്കാലത്ത് മുതൽ നമ്മൾ മനസ്സിലുള്ള കുറെ ചിന്തകള് അല്ലെങ്കിൽ കുറെ ബ്ലോക്കുകൾ നമ്മൾ മാറ്റിയാൽ മാത്രമാണ്, മാറ്റിയിട്ട് നമ്മൾ ഇങ്ങനത്തെ പുതിയ വെൽത്ത് ഫയൽസ് നമ്മള് എന്താണ് അതില് നമ്മൾ എന്താണ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ചേഞ്ച് വരിക. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്തെങ്കിലുമൊക്കെ ഈ ബുക്സിനെ പറ്റിയിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്നുള്ള ഫീഡ്ബാക്ക് പറയാം. പോസിറ്റീവായിട്ടുണ്ട് ക്ലാസ്. ഓക്കെ ഓക്കെ. പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞൊരു നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഓക്കെ ഓക്കെ. യെസ്, താങ്ക് യു സർ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്? എന്തൊക്കെയാണ് നിങ്ങൾ പുതുതായിട്ട് തുടങ്ങാൻ പോകുന്നത്? ഞാനൊരു നാച്ചുറോപ്പതിയുടെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? മാഡം. ഓക്കെ ഓക്കെ, വെരി ഗുഡ് സർ. യെസ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഇന്നത്തെ ഒരു ഈ ബുക്ക് റിവ്യൂവിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് പുതുതായിട്ട് മനസ്സിലായത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീഷൻ സർ ഉണ്ടല്ലോ. ശ്രീഷൻ സർ തിരക്കിലാണോ? ശ്രീഷൻ സർ. റബീന മാം കുറച്ച് എന്തായാലും ഇന്നത്തെ സെഷൻ നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് അവതരിപ്പിച്ചു. കാരണം ബുക്ക് റിവ്യൂവില് നമുക്ക് ഇത്രയും വലിയ ബുക്കൊക്കെ 1 മണിക്കൂറിനകത്തൊക്കെ അവതരിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ടഫാണ്. അപ്പോൾ ശരിക്കും അത് നല്ലൊരു പ്രസന്റേഷൻ ആയിട്ട് കഥ പോലെ അവതരിപ്പിച്ചു. ക്ലാസ്സും കൂടെ ആവുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവ് കിട്ടും. ഓക്കെ, താങ്ക് യു. പിന്നെ മാഡം തിങ്കാൻ ഗ്രോ റിച്ചിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒന്ന് ഉണ്ടാക്കണം. ഇന്ത്യൻ ഗ്രോ റിച്ച് സാർ വായിച്ചോ? അതെ അതെ, നമുക്ക് ആ ബുക്ക് റിവ്യൂ ചെയ്യാം. കുറച്ചും കൂടെ കഴിയുമ്പോൾ
അതിന്റെ ബുക്ക് റിവ്യൂ ഉണ്ടാവും. ദിലീപ് സർ പറയൂ. സർ ദിലീപ് സർ. ദിലീപ് സർ കേൾക്കുന്നുണ്ടോ? അറിയാതെ ഹാൻഡ് റൈസ് ആയതാണോ? മാഡം പിന്നെ മില്യനർ മൈൻഡ് സെറ്റ് ഉള്ളവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. ഓക്കെ 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 ഷുവർ. പക്ഷെ ഇതില് പലരും പല ഗ്രൂപ്പ് ആയതുകൊണ്ട് എനിക്ക് എല്ലാവരും അറിയില്ല. എല്ലാവരും നമ്പർ ഗ്രൂപ്പ് നിങ്ങളെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ഹബിൽ എല്ലാവരും ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? സുനേഷ് സാർ അതിന്റെ ലിങ്ക് ഒന്ന് ഇട്ടുവോ ഗ്രൂപ്പില്? ലിങ്ക് ഞാനിപ്പോ മെസ്സേജ് അയച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രൂപ്പിന്റെ. അല്ലെങ്കിൽ ഇപ്പൊ ഇതിനകത്തുള്ളവര് റബീന മാഡത്തിന് പേഴ്സണൽ ആയിട്ട് ഒരു മെസ്സേജ് അയച്ചാൽ മതി. എന്റെ നമ്പർ ഞാൻ ആഡ് ചെയ്യണം. നമ്പർ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. ലിങ്ക് കയറാൻ പറ്റുന്നില്ല അല്ലേ? അതെന്താ? കോപ്പി ലിങ്ക് കയറാൻ പറ്റുന്നുണ്ടല്ലോ. ഓപ്പൺ കൊടുത്താൽ മതി. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ കൊടുത്താൽ മതി. അപ്പം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ലിങ്ക് ഉപയോഗിച്ചാൽ മതി. കേറിയില്ല സാറേ അത്. പിന്നെ അപ്പൊ എന്തെങ്കിലും ബുക്ക് റിവ്യൂ ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അറിയിക്കും. കേറാൻ പറ്റുന്നില്ല. ഫെയിൽ ടു ഗെറ്റ് ഇൻഫോ എന്നാ കാണിക്കുന്നത്. അത് ഈ സൂമിലൂടെ കയറാൻ പറ്റുമോ? അല്ല, സൂമില് മെസ്സേജ് അയച്ചതിനകത്ത് നോക്കൂ. അതില് ആ ലിങ്കിന്റെ അവിടെ ഇപ്പൊ ഞാൻ ഒന്നുകൂടെ അയക്കാം. ആ ലിങ്കില് ആ ചാറ്റ് വാട്സപ്പിന്റെ അതിനകത്തെ ജസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ലെങ്കിൽ റബീന മാഡത്തിന്റെ നമ്പറിൽ മെസ്സേജ് അയച്ചാലും മതി. അതിൽ നമ്പർ ഉണ്ടല്ലോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. രണ്ടുപേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തുള്ളവർക്ക് പറ്റുന്നു. ഒന്ന് രണ്ട് പേര് പറയുന്നുണ്ടല്ലോ ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പ്രതീഷ് സാറിന് എന്തോ പറയാനുണ്ടോ? ചോദിക്കാനുണ്ട്. ചോദിച്ചോട്ടെ? പറയൂ സർ. സോറി, ഞാൻ എത്താൻ 9:45 കഴിഞ്ഞു. വീടിന്റെ അടുത്തൊരു പൂരമുള്ള കാരണം കൊണ്ടേ ഞാൻ ജോയിൻ ചെയ്യണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ചോദിക്കാം. ഞാൻ ഇതിലൊരു കമന്റ് കണ്ടപ്പോ ഇന്റേണൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ വേർഡ്സിൽ വ്യത്യാസം വരുന്നോ അങ്ങനെ എന്തോ പെട്ടെന്ന് കണ്ടിരുന്നു. അതിന് 1 മിനിറ്റിന്റെ ഉള്ളിൽ മാത്രം എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? നമ്മളുടെ ഇന്റേണൽ ഇതിൽ മാറ്റം വരുത്തുക നമ്മളെ തോട്ട്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ്, ഇതൊക്കെ നമ്മളെ ഇന്റേണൽ വേൾഡ് വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ ചിന്തിക്കുന്ന രീതി മാറ്റുമ്പോൾ തന്നെ നമ്മളെ എക്സ്റ്റേണൽ വേൾഡിലാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമ്മൾ പണം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് എന്താണ് ആ റിസൾട്ട് വരുന്നത്, അതാണ് നമ്മൾ എക്സ്റ്റേണൽ വേൾഡ് ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പൊ നമ്മളെ ചിന്തകൾ മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് വരുന്ന പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്ന അനുസരിച്ചാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായി. ചിന്തിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ? പറയൂ സർ. ഇപ്പോ പല ആളുകളും ഇപ്പൊ പുറമെ നമ്മളെ കാണുമ്പോ വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും, പോസിറ്റീവായിട്ടല്ല, പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ ചിരിച്ചിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവര് ചില ആളുകൾ, എല്ലാവരും പറയുന്നില്ല, ഉള്ളുകൊണ്ട് വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിക്കാരായിരിക്കും. നമ്മളെ കുറ്റപ്പെടുത്തുക എന്നല്ല, അവരുടെ വിഷമങ്ങൾ അവരുടെ ചിരിച്ചുകൊണ്ട് നടന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവും, സൈലന്റ് ആയി കഴിഞ്ഞിട്ട്. നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ ചിരിച്ച ആ ഒരു സെക്കൻഡിൽ മാത്രം സംസാരിക്കുന്നത് മാത്രം. എന്നാൽ അത്തരത്തിലുള്ള വ്യക്തികള് ഉയർച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവൂല. അത് ഈ ഇന്റേണൽ വേർഡ്സ് ശരിയില്ലാത്തത് കൊണ്ടല്ലേ? അതെ.
അതിപ്പോ ചെറിയൊരു വിജയമൊക്കെ ഉണ്ടാവും എന്നല്ലാണ്ട് കുറെ കാലം അവർക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനോ അല്ലെങ്കിൽ വലിയ വിജയം നേടാനോ സാധിക്കില്ല. അപ്പൊ നമ്മുടെ ഒരു ഇന്റേണൽ വേൾഡ്, നമ്മുടെ ആ ഒരു ചിന്തകള് നമ്മൾ ശരിക്കും മാറ്റിയാൽ മാത്രമാണ് നമുക്ക് ആ ഒരു ചേഞ്ച് വരിക. നമ്മുടെ ചിന്തകൾ, അതിനനുസരിച്ചുള്ള ഒരു ഫീലിങ്സ്, അതുപോലുള്ള മനഃപൂർവ്വം ഇമോഷൻസ്. മാറ്റണം അല്ലെ? അതെ അതെ അതെ, ബോധപൂർവം നമ്മൾ മാറ്റണം. യെസ്. അപ്പോഴാണ് നമുക്ക് എന്താ റിസൾട്ട് ചെയ്യേണ്ടത്? വരുള്ളൂ. നമ്മൾ നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ നമ്മളത് ഒഴിവാക്കണം. അതിന് നെഗറ്റീവ് തോട്ട്സ് ഒഴിവാക്കാനുള്ള കുറെ വഴികളുണ്ട്. അപ്പൊ നമ്മൾ നല്ല ബുക്സ് വായിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നല്ല കോട്സ് വായിക്കുന്നത്, അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്സ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുക. നമ്മളെ ഫ്രണ്ട്സ് ആരൊക്കെയോ നമ്മൾ നോക്കണം. നമ്മള് എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യുക. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, നമ്മളെ ചിന്തകൾ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ തന്നെ നമ്മളത് ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കണം. എപ്പോഴും നമ്മൾ അത് പോസിറ്റീവ് ആയിട്ട്. മാത്രമാണ് ചെയ്യലുണ്ടായിരുന്നത്. അതിനപ്പുറത്ത് പോസിറ്റീവ് കൊണ്ടുവരലുണ്ടായിരുന്നില്ല. തൽക്കാലം വരുമ്പോ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ക്യാൻസൽ വെച്ചിട്ട് അതെ അതെ അതെ. പിന്നെ വേറെ എന്തെങ്കിലും ചിന്ത വരുമ്പോ അതിലൂടെ എങ്ങനെ അങ്ങോട്ട് പോകും. അതിന് പകരം, നെഗറ്റീവിന് പകരം അവിടെ പോസിറ്റീവ് കൊണ്ടുപോയി വെക്കുന്ന, മനഃപൂർവ്വം വെക്കുന്ന ഒരു പരിപാടി സത്യം പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മുതൽ ചെയ്യണം എന്ന് തോന്നുന്നു. മനസ്സിലായി. അങ്ങനെ അത് നമ്മൾ ബോധപൂർവം ചെയ്താൽ മാത്രം നമുക്ക് ആ റിസൾട്ട് വരുള്ളൂ. ഓക്കെ. താങ്ക് യു. താങ്ക് യു സർ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ബുക്ക് വാങ്ങിച്ചിട്ട് വായിക്കണം. ശരിക്കും ഡീപ്പായിട്ട് വായിച്ചിട്ട് നമ്മൾ അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നല്ല മാറ്റം വരും. ഏത് പുസ്തകം? സീക്രട്സ് ഓഫ് മില്ലിയനെയർ മൈൻഡ്. ഓദർ ആരാ മാഡം? ടി ഹാർവ് എക്കർ. ബുക്ക് വായിക്കുമ്പോൾ ഗ്രൂപ്പിൽ വിടുണ്ടോ? ഗ്രൂപ്പിൽ ടി ഹാർവ് എക്കർ ഞാൻ ഷെയർ ചെയ്യാൻ. മാഡം, ഈ ഗ്രൂപ്പ് ഇപ്പൊ ഇതിനകത്ത് ജോയിൻ ചെയ്തവര് ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടോ ആരെങ്കിലും? ഗ്രൂപ്പിലില്ലാത്ത കുറെ ആൾക്കാരുണ്ട്. രാജേഷ് സാർ ഗ്രൂപ്പിലില്ല. സാറൊന്നുമില്ല ഗ്രൂപ്പില്. ഞാൻ ജോയിൻ ചെയ്യാം. ഇതാണ് ബുക്ക്, സീക്രട്സ് ഓഫ് മില്ലിയനെയർ പ്രസാദ്, മൈൻഡ്. മനോജ് സർ, മായ, ചന്ദ്രിക മാം. അതെ. അപ്പൊ ഇതാണ് ബുക്ക്, സീക്രട്സ് ഓഫ് മില്ലിയനെയർ മൈൻഡ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വാങ്ങിച്ചിട്ട് വായിക്കണം. ഇത് നമ്മള് ശരിക്കും ഇരുന്ന് വായിക്കുമ്പോൾ നമ്മളുടെ ചിന്തയിൽ ഭയങ്കര മാറ്റം വരും. അപ്പൊ നമ്മളുടെ മണി ബ്ലൂ പ്രിന്റ് മാറ്റി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ശരിക്കും സമ്പത്ത് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങള് അടുത്തൊരു സെഷനും കൂടെ ഉണ്ടാവും. ഇത് ഫുള്ളായിട്ടില്ല. അപ്പൊ അത് ഗ്രൂപ്പിൽ അറിയിക്കും. അടുത്ത സെഷനും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. ഇടക്കിടക്ക് എല്ലാ മാസവും ബുക്ക് റിവ്യൂ ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you, madam. Good night. Thank you. Okay, thank you.